സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 4 ആണ്. അതായത് ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സിലെ മൊഡ്യൂൾ 4, അതായത് ഡിസൈൻ ഓഫ് ബീംസ് ആണ് മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസ്. സോ നമ്മൾ ആദ്യമായിട്ട് എന്താണ് ബേസിക്കലി ബീംസ് എന്ന് നോക്കാം. നമുക്കറിയാം സ്ട്രക്ചറൽ മെമ്പേഴ്സ് സബ്ജക്റ്റ് ടു ട്രാൻസ്വേഴ്സ് ലോഡ്സിനെയാണ് നമ്മൾ ബീംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ട്രാൻസ്വേഴ്സ് ലോഡ് എന്ന് നോക്കാം. അതായത് so that is any load that does not act along the longitudinal axis of a member ആണ് ട്രാൻസ്വേഴ്സ് ലോഡ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു മെമ്പർ, സ്ട്രക്ചറൽ മെമ്പർ, സപ്പോസ് ഞാനൊരു ബീമാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതൊരു ബീമാണ്. സോ ഈ ബീമിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് എന്ന് പറയുമ്പോഴും എലോങ് ദി മെമ്പർ ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ആ എലോങ് ദി മെമ്പറിലേക്ക് ഒരു ലോഡ് ആക്ട് ചെയ്താൽ നമ്മൾ അതിനെ ആക്സിയൽ ലോഡ് എന്ന് പറയും. ബാക്കി ഏത് രീതിയിൽ ലോഡ് ആക്ട് ചെയ്താലും, ദാറ്റ് ഈസ് അതർ ദാൻ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിൽ നമ്മൾ ഒരു ഇൻക്ലൈൻഡ് ആയിട്ട് ലോഡ് ആക്ട് ചെയ്താലും പെർപെൻഡിക്കുലർ ആയിട്ട് ലോഡ് ആക്ട് ചെയ്താലും നമ്മൾ അതിന് ട്രാൻസ്വേഴ്സ് ലോഡ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ സ്ട്രക്ചറൽ മെമ്പറിൽ ട്രാൻസ്വേഴ്സ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ബെൻഡിങ് സംഭവിക്കും അല്ലേ? ഇതുപോലെ ബീം ബെൻഡ് ആവും ചെയ്യും. ആ സമയത്ത് അവിടെ ബെൻഡിങ് മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യും. ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഒബിയസ്ലി അവിടെ ഒരു ബെൻഡിങ് മൊമെൻറ്റ് കാണും. ഇതുപോലെ ബെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാൻസ്വേഴ്സിന് ഒരു ബെൻഡിങ് മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യും. Also there will be shear force developing. So the design criteria of a beams എടുക്കുമ്പോൾ ഈ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസൈൻ ക്രൈറ്റീരിയ ആയിട്ട് വരും. സോ നമ്മൾ ഡിസൈൻ പ്രോബ്ലത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ സേഫ് അഗെയിൻസ്റ്റ് ബെൻഡിങ് മൊമെൻറ്റും സേഫ് അഗെയിൻസ്റ്റ് ഷിയർ ഫോഴ്സും ചെക്ക് ചെയ്യേണ്ടി വരും. മാത്രമല്ല ഈ ബീംസിൻ്റെ ഡിഫ്ലക്ഷൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അതിനെപ്പറ്റി പഠിക്കും. സ്ട്രെങ്ത് ക്രൈറ്റീരിയ, ഡിസൈൻ ക്രൈറ്റീരിയയിൽ നമ്മൾ 2-3 ഡിസൈൻ ക്രൈറ്റീരിയാസ് നമ്മൾ പഠിക്കും. അതായത് സ്ട്രെങ്ത്, സ്റ്റെബിലിറ്റി ആൻഡ് ഓൾസോ സർവീസബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയും, അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് ക്രൈറ്റീരിയ എന്ന് പറയും. ഇതിലൊക്കെ വരുന്ന ഓരോ ക്രൈറ്റീരിയാസും സാറ്റിസ്ഫൈ ചെയ്ത് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. സോ ഇനി ഏതൊക്കെ ടൈപ്സ് ഓഫ് ബീംസ് ഉള്ളത്? ഇപ്പോൾ ജനറലി നമ്മൾ ബീംസ് എന്ന് പറയുമെങ്കിലും സോ ഓരോ ടൈപ്സ്, അതായത് ബേസ്ഡ് ഓൺ ദി സ്പാൻ അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദി പ്രൈമറി ബീമാണോ സെക്കൻഡറി ബീമാണോ അനുസരിച്ച് there are various types of beams ഉണ്ടായിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ ജോയിസ്റ്റ് എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് ബീം ഉണ്ട്. ഹിയർ ജോയിസ്റ്റ് എന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസൈൻ ജോയിസ്റ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കണം അതൊരു ബീമാണെന്നുള്ളത്. ബേസിക്കലി അതൊരു മീഡിയം ലോഡ് അല്ലെങ്കിൽ ഒരു ബീമിലേക്ക് വരുന്ന ലാർജർ ബീമിലേക്ക് റെസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സ്മോളർ ബീംസിനാണ് നമ്മൾ ജോയിസ്റ്റ് എന്ന് പറയുന്നത്. ഇൻ്റർമീഡിയറ്റ് ബീംസ് ആയിരിക്കാം. അതായത് ഗർഡർ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ബീംസ് ഉണ്ട്. സോ ദിസ് ഗർഡർ ബീംസ് ആർ ദ മെയിൻ ബീംസ് പറയും. കാരണം ഹെവിയർ ആയിട്ടുള്ള ലോഡും ലാർജ് സ്പാൻ ആയിട്ടുള്ള ബീംസിനാണ് ഗർഡർ ബീംസ് എന്ന് പറയും. ആ ഗർഡർ ബീംസ് മുകളിൽ റെസ്റ്റ് ചെയ്ത ബീംസിനെയാണ് നമ്മൾ ജോയിസ്റ്റ് എന്ന് പറയുക. അതുപോലെ ഗർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഹൊറിസോണ്ടൽ മെമ്പർ ആയിരിക്കും. ഇത് വാൾ ക്ലാഡിങ്ങിനൊക്കെ 2 കോളമിന് സപ്പോർട്ട് ചെയ്യും. അതുപോലെ റൂഫിൻ്റെ കേസിലുള്ള ബീംസിന് നമ്മൾ പർലിൻസ് എന്ന് പറയും. മാത്രമല്ല ഈ പർലിൻസ് സപ്പോർട്ട് ചെയ്ത റൂഫ് ബീംസിന് നമ്മൾ റാഫ്റ്റ് എന്ന് പറയും. മാത്രമല്ല സ്ട്രിങ്ങേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ലോങ്ങിറ്റ്യൂഡിനായിട്ടുള്ള ബീംസാണ്, ബ്രിഡ്ജ് ബീംസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ടിങ് സ്റ്റെയറിൻ്റെ നടുക്കോട്ടുള്ള ഒരു സെൻട്രലി സപ്പോർട്ടഡ് ആയിട്ടുള്ളൊരു ബീം കൊടുത്താൽ നമ്മൾ സ്ട്രിങ്ങർ എന്ന് പറയും. അതുപോലെ നമ്മൾ നമ്മുടെ നോർമൽ ഡോർസിലും വിൻഡോസിലും മുകളിലും കൊടുക്കുന്ന ചെറിയ ചെറിയ ലോഡ് സപ്പോർട്ടിങ് മെമ്പേഴ്സിനെ നമ്മൾ ബീംസ് എന്ന് പറയും. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്പേഴ്സും എല്ലാം നമ്മൾ ബേസിക്കലി ആ എല്ലാ മെമ്പേഴ്സും സബ്ജക്റ്റ് ചെയ്ത് ട്രാൻസ്വേഴ്സ് ലോഡ് തന്നെയായിരിക്കും. സോ നമ്മൾ അതിനെ ബീംസിന് ക്ലാസിഫൈ ചെയ്യും. അപ്പം ബേസിക്കലി ക്വസ്റ്റ്യൻ ഇപ്പം ജോയിസ്റ്റെന്ന് ഗർഡറിനോ ചോദിച്ചാലും പള്ളിസിന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കണം ബേസിക്കലി അത് ബീം എന്ന രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. സോ ബേസിക്കലി ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. സോ ദിസ് ആർ ദി പർലിങ്സ് എന്ന് പറയുന്നത് ദിസ് റെസ്റ്റിംഗ് ചെയ്യുന്നത് റാഫ്റ്റേഴ്സ് ആണ്. ഇവിടെ ലോഡ് ആക്ട് ചെയ്യും, ഇതിന് ഡിഫ്ലക്ഷൻ ഉണ്ടായിട്ട് ബീം ആക്ഷൻ ആയിരിക്കും ഇവിടെ സംഭവിക്കുന്നത്. അതുപോലെ സ്പാൻഡൽ ബീം, ഹൊറിസോണ്ടൽ ബീം, ഔട്ട്സ്കേർട്സ് ആയിട്ട് നിൽക്കുന്ന ബീമുകൾ. ഇതിൽ നമ്മൾ കാണുന്നത് മെയിൻ ബീംസ് കാണും. അതുപോലെ സ്ട്രിങ്ങർ ബീംസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ലോങ്ങിറ്റ്യൂഡിനൽ ബീംസ് ആണ് അലോങ് ദി സ്പാൻ എന്ന് പറയുന്നത്. അത് സ്ട്രിങ്ങർ ബീംസ് എന്ന് പറയും. ഫ്ലോർ ബീംസ്, ഫ്ലോറിൻ്റെ ലോഡുകൾ ട്രാൻസ്ഫറിന് ഫ്ലോർ ബീംസ് എന്ന് പറയും. സോ എന്തൊക്കെയാണ് നേച്ചർ ഓഫ് ഫോഴ്സസ് വിച്ച് ആർ ആക്ടിങ് ഓൺ ബീംസ് എന്ന് പറയുന്നത്? സോ ജസ്റ്റ് ലൈക്ക് നമ്മൾ കോളംസ് ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ലോഡ് ആക്ട് ചെയ്യുന്ന എപ്പോഴും ആക്സിയൽ ലോഡ് ആയിരിക്കും, ഇപ്പോഴും അലോങ് ദി ലോഡ് ആക്സിൽ. അതുപോലെ ബീംസിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് വെച്ചാൽ അതെപ്പോഴും ട്രാൻസ്വേഴ്സ് ലോഡിങ് ആയിരിക്കും ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് ദ ലോഡിങ് വിച്ച് ഈസ് അതർ ദാൻ ദി ലോഡ് ആക്സിൽ. ഇപ്പോൾ എല്ലാം ട്രാൻസ്വേഴ്സ് 90 ഡിഗ്രി മാത്രമല്ല, ഇൻക്ലൈൻഡ് ആയിട്ട് ലോഡിങ് ട്രാൻസ്വേഴ്സിൽ തന്നെ പറയും. മാത്രമല്ല എല്ലാ ലോഡ്സും ഇൻ ദ പ്ലെയിൻ ഓഫ് സിമെട്രി ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ബെൻഡിങ് കൊണ്ടും ഷിയർ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്, വെറുതെ ടോർഷൻ അല്ലെങ്കിൽ ടോർഷൻ ആക്സിൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും ഇഫ് ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ദിസ്. മാത്രമല്ല അൺസിമെട്രിക് ലോഡിങ് വഴി ചിലപ്പോൾ കേസിൽ ടോർഷനോ ആക്സിൽ ഫോഴ്സോ പിക്ചറിൽ വരാം. എന്നിരുന്നാലും ഈ ലോക്കൽ ബക്ലിംഗ് മൂലം ഉണ്ടാകുന്ന
ഇത് ടോർഷൻ ആൻഡ് ലോക്കൽ ബഫറിങ് അതൊക്കെ നമ്മൾ ആ കോഡിൽ അതനുസരിച്ചുള്ള ഫാക്ടർ ഓഫ് ഇത് അപ്ലൈ ചെയ്യും. നമ്മളത് ഡിസൈൻ പ്രോബ്ലത്തിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ആവും. അപ്പോൾ ടിപ്പിക്കൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് സെക്ഷൻസ് യൂസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കംപ്രഷൻ വരെ പഠിച്ച പോലെ തന്നെയാണ്. ഇതുപോലെ റോൾഡ് സെക്ഷൻസ്, അതായത് സ്റ്റാൻഡേർഡ് ഐ സെക്ഷൻസ്, ബീം സെക്ഷൻ. റോൾഡ് സെക്ഷൻ എന്ന് വെച്ചാൽ ഡയറക്റ്റ് ഇൻഡസ്ട്രി മാനുഫാക്ചറിങ് സെക്ഷൻ പറയും. ബിൽട്ടപ്പ് സെക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ സെക്ഷൻ ആയി വരുമ്പോൾ നമ്മൾ എക്സ്ട്രാ പ്ലേറ്റ്സ് ഈ റോൾഡ് സെക്ഷനിൽ ഉപയോഗിക്കുന്ന സെക്ഷൻസ്. ആംഗിൾ സെക്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മളത് ചെറിയ ചെറിയ സ്പാനിൽ മാത്രം യൂസ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ലാർജർ ലോഡ് വരുമ്പോൾ അൺസെർട്ടിറ്റി കാരണം അത് അവോയ്ഡ് ചെയ്യുക. പിന്നെ ഐ സെക്ഷൻസ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. റോഡ് സെക്ഷൻ ഐ സെക്ഷൻ ഒന്ന് തന്നെയാണ്. ഹൈ സെക്ഷൻസ് ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഹൈ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉണ്ടാവും. അത് നമുക്കറിയാം, സ്ട്രെസ് എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ബൈ സെക്ഷൻ മോഡുലസ് ആണ്. സോ സെക്ഷൻ മോഡുലസും ഐ സെക്ഷൻ കൂടുതലായ സ്ഥിതിക്ക് അത് ഉണ്ടാകുന്ന സ്ട്രെസ് വളരെ കുറവായിരിക്കും. സോ അത് നമുക്ക് ബെറ്റർ ആയിട്ട് കുറച്ചും കൂടെ ഏരിയയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഐ സെക്ഷൻ്റെ വെബ് ഷിയർ റെസിസ്റ്റ് ചെയ്യും, ഫ്ലാഞ്ച് നമ്മൾ ബെൻഡിങ് റെസിസ്റ്റ് ചെയ്യും. സോ മാത്രമല്ല അതിൻ്റെ സെക്ഷൻ മോഡൽസ് വളരെ കുറവായിരിക്കും. സോ അതാണ് നമ്മുടെ ഐ സെക്ഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇതിന് കോമ്പൗണ്ട് സെക്ഷൻ എന്ന് പറയും, അതായത് ട്യൂബ് ഓർ എലമെന്റ്സ് വോൾട്ടഡ് ഓർ വെൽഡഡ് ട്യൂബ്. ഇതൊക്കെ ഒരു കോമ്പൗണ്ട് സെക്ഷൻ്റെ എക്സാമ്പിൾസ് ആണ്. അതായത് നമ്മൾ ഐ സെക്ഷൻ്റെ കൂടെ തന്നെ നമ്മൾ എക്സ്ട്രാ പ്ലേറ്റ്സ് എബോവ് ആഡ് ചെയ്യും. അങ്ങനത്തെ രണ്ടോ ടു ഓർ മോർ എലമെന്റ്സിനെ നമ്മൾ ഒന്നുകിൽ വോൾട്ടേജ് വെൽഡ് ചെയ്ത് വെച്ചാൽ നമ്മൾ അതിന് കോമ്പൗണ്ട് സെക്ഷൻസ് എന്ന് പറയും. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ കോമ്പോസിറ്റ് ആയിട്ടുള്ള ബീംസ് എന്ന് പറയും. കോമ്പോസിറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ബീംസ് മേഡ് ഓഫ് സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ്. അതായത് ഇതുപോലെ ലാറ്ററൽ സപ്പോർട്ടഡ് ആയിട്ടുള്ള റിസ്ട്രെയിൻ ആയിട്ടുള്ള ബീം കേസിൽ നമുക്ക് നോക്കാൻ പറയും സ്റ്റീലിൽ നമ്മുടെ ടോപ്പ് ഫ്ലാഞ്ച്, അതായത് കംപ്രഷൻ ഫ്ലാഞ്ചിനെ നമ്മൾ കോൺക്രീറ്റിൽ എൻകേസ് ചെയ്ത് വെച്ചിരിക്കും. അതായത് നമ്മൾ അങ്ങനത്തെ ബീം രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, അതായത് സ്റ്റീലും കോൺക്രീറ്റ് നമ്മൾ തന്നെ കോമ്പോസിറ്റ് ബീംസ് എന്ന് പറയും. യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന കോൺക്രീറ്റ് ആയിരിക്കും കംപ്രഷൻ മെമ്പറും സ്റ്റീൽ ടെൻഷൻ മെമ്പറും. നമുക്കറിയാം, കാരണം കോൺക്രീറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഹാവിങ് ഹൈ സ്ട്രെങ്ത്, അതായത് അത് കംപ്രഷനിൽ നല്ല ലോഡ് എടുക്കാൻ പറ്റുന്നുണ്ട്. കംപ്രഷൻ മെമ്പറായിട്ട് യൂസ് ചെയ്യും. സ്റ്റീൽ ഇറ്റ് ഈസ് ഈക്വലി സ്ട്രോങ് ഇൻ ബോത്ത് ടെൻഷൻ കംപ്രഷൻ ആയിട്ട് ടെൻഷനാണ്. ഇനി അടുത്ത ടൈപ്പ് എന്ന് വെച്ചാൽ എൻകേസ്ഡ് ബീമാണ്. അതായത് ഒരു സ്റ്റീൽ സെക്ഷന് ചുറ്റും കോൺക്രീറ്റ് ഇങ്ങനെ എൻകേസ് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു ഐ സെക്ഷൻ ആണെങ്കിൽ ഐ സെക്ഷൻ്റെ ചുറ്റും നമ്മളിത് കോൺക്രീറ്റ് ഇങ്ങനെ എൻകേസ് ചെയ്യും. സോ അതിന് നമ്മൾ എൻകേസ്ഡ് ബീം അറിയാം. പക്ഷേ നമ്മളിപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള IS 800-2000 പ്രീവിയസ് കോഡിനകത്തുള്ള ഇതിലായിരിക്കും ഇതിനെപ്പറ്റി ഡീൽ ചെയ്യുന്നത്. ഇതിൽ കാസ്ലേറ്റഡ് ബീം എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് ബീം ഉണ്ട്. ബിക്കോസ് കാസ്ലേറ്റഡ് ബീം എന്ന് വെച്ചാൽ നമ്മളിതുപോലെ നമ്മൾ അതിൻ്റെ വെബിന് ഡിഫറെൻറ്റ് പാറ്റേൺസ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ റിമൂവ് ചെയ്തിട്ട് അതിനെ നമ്മൾ വീണ്ടും ഒരു ജോയിൻ ചെയ്തൊരു ഐ ബീം ഉണ്ടാക്കുന്നതാണ്. അതായത് ഈ ഫിഗർ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആണ്. അതായത് നോർമൽ ആയിട്ടുള്ള ഐ സെക്ഷൻ എടുത്തിട്ട് ഇതുപോലെ ഒരു പാറ്റേൺ കട്ട് ചെയ്തതിന് ശേഷം നമ്മളതിന് ഇതുപോലെ ഡിറ്റാച്ച് ചെയ്തിട്ട് വീണ്ടും നമ്മൾ വെൽഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഹൈറ്റ് കൂടി അതുപോലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇങ്ങോട്ട് ആക്സസ് കൂടാൻ സാധിക്കും. സോ ഇൻക്രീസ് ഇൻ ദ സെക്ഷൻസ് ഡെപ്ത് വിത്തൗട്ട് ഇൻക്രീസിങ് എലമെന്റ്സ് വെയിറ്റ്. കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ ജസ്റ്റ് അതേ എലമെന്റ് ആണ് കട്ട് ചെയ്ത് തിരിച്ച് ബിൽഡ് ചെയ്തത്. സോ അത് വിത്തൗട്ട് നമ്മൾ അഡീഷണൽ എലമെന്റ് യൂസ് ചെയ്തിട്ടില്ല. ഇത് കാരണം മൊമെന്റ് ഓഫ് ഇനർഷ്യയും സെക്ഷൻ മോഡൽസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ കാരണം എന്ത് പറ്റും, അതാണ് നമുക്ക് കുറച്ചും കൂടെ ഹെവിയർ ആയിട്ടുള്ള ലോഡ് എടുക്കാൻ സാധിക്കുകയും ചെയ്യും. അതിനാണ് നമ്മൾ കാസ്റ്റുലേറ്റഡ് ബീംസ് എന്ന് പറയുന്നത്. അടുത്ത ബീം ഡിസൈനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് സെക്ഷൻ മോഡുലസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു മെമ്പർ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സെക്ഷൻ മോഡുലസ് ചെയ്താണ് ആ മെമ്പറിൻ്റെ ഡയമെൻഷൻസ് ചൂസ് ചെയ്യുന്നത്. അതിപ്പോൾ സപ്പോസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ലോഡ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഫ്രം ബെൻഡിങ് മൊമെൻറ്റ് നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഈൽഡ് സ്ട്രെസ് ഒക്കെ നമുക്കൊരു മെറ്റീരിയൽ അസ്യൂം ചെയ്യാൻ പറ്റും ബേസ്ഡ് ഓൺ ദി മെറ്റീരിയൽ, യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ അനുസരിച്ച്. സോ സെക്ഷൻ മോഡുലസ് Z എന്ന് വെച്ചാൽ നമുക്കറിയാം അത് M/Z എന്നുള്ളത്. സോറി, ബെൻഡിങ് സ്ട്രെസ് സിഗ്മ എന്ന് പറയുന്നത് നമുക്കറിയാം. ഫ്ലെക്ഷറൽ ബെൻഡിങ് സ്ട്രെസ് അല്ലെങ്കിൽ ഡിസൈൻ ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ്സ് ബേസിക്കലി ഈക്വൽ ടു ദ മൊമെൻറ്റ്, ബെൻഡിങ് മൊമെൻറ്റ് ഡിവൈഡ് ബൈ സെക്ഷൻ മോഡുലസ് ഓഫ് ദി മെമ്പർ. ഏത് ടൈപ്പ്, അതായത് ISMB 350, ISMB 450 ഏത് മെമ്പറാണോ അതിൻ്റെ സെക്ഷൻ മോഡുലസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സോ ഇത് നമുക്ക് കിട്ടിയ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമുക്കറിയാമല്ലോ, M/I is equal to F/Y is equal to E/R ഉള്ള നമ്മുടെ ഫ്ലെക്ചർ ഫോമിൽ നിന്നുള്ള ഈ ഒരു M/Y എന്ന് പറഞ്ഞ പാർട്ടിൽ നിന്നാണ് നമുക്ക് ആ ഇക്വേഷൻ കിട്ടിയത്. ജസ്റ്റ് F എന്ന് പറഞ്ഞ സാധനം നമ്മൾ റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് M/I/Y എന്ന് കിട്ടും. ബേസിക്കലി I/Y നമ്മൾ സെക്ഷൻ മോഡുലസ് Z എന്ന് പറയുന്നത്. നമ്മുടെ ഇതിൻ്റെ I/Y ആയിരിക്കും സെക്ഷൻ മോഡുലസ് Z എന്ന് പറയുന്നത്. ഈ സെക്ഷൻ മോഡുലസ് നമ്മൾ യൂഷ്വലി നമുക്കറിയാൻ പറ്റും രണ്ട് ടൈപ്പ് ഓഫ് സെക്ഷൻ മോഡുലസ് ഉണ്ട്. ദാറ്റ് ഈസ് ഇലാസ്റ്റിക്കും പ്ലാസ്റ്റിക്കും. നമുക്കറിയാം മെറ്റീരിയലിൻ്റെ ബിഹേവിയർ റെസ്പെക്ട് നമ്മൾ സാധാ മൈൽഡ് സ്റ്റീൽ ബാറിൻ്റെ ബിഹേവിയർ നമ്മൾ
സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരയ്ക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സ്ട്രെയിൻ വേഴ്സസ് സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ ചെയ്തിട്ട് ഇതുപോലെ ഗ്രാഫ് ഇട്ടിട്ട് നമ്മളൊരു ഈ ഒരു പോർഷൻ ഇലാസ്റ്റിക്കും റിമൈനിങ് പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു പ്ലാസ്റ്റിക് ആണെന്ന് അസ്യൂം ചെയ്തായിരുന്നു. ഓക്കെ, ഇലാസ്റ്റിക് പ്ലാസ്റ്റിക്. സോ ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, ലോഡ് റിലീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ആ മെമ്പർ തിരിച്ച് അതേ പാത്ത് തന്നെ റീഗെയിൻ ചെയ്യും. ദാറ്റ് ഈസ് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി. അതായത് അതിൻ്റെ ഇനിഷ്യൽ ഒറിജിനൽ പോർഷനിലേക്ക് തന്നെ വരുന്നു ചെയ്യും. പക്ഷേ പ്ലാസ്റ്റിക്കിൽ അങ്ങനെയല്ല, ഒരു പെർമനൻറ്റ് ഡീഫോർമേഷൻ ഉണ്ടാവും. ഇപ്പോൾ സ്റ്റീലിനൊരു ഫോർ എക്സാമ്പിൾ എസ്പെഷ്യലി ഫോർ സ്റ്റീലിന് നമുക്ക് ഈ പ്ലാസ്റ്റിക് സെക്ഷനിൽ നമുക്ക് ലോഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെയുള്ളൂ. അതായത് സ്റ്റീൽ നമുക്ക് ഇലാസ്റ്റിക്കിലും പ്ലാസ്റ്റിക്കിലും നമുക്ക് ലോഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം ആ ഒരു സെക്ഷൻ മോഡുലസിന് നമുക്ക് രണ്ട് രീതിയിൽ പറയാൻ പറ്റും. സെക്ഷൻ മോഡുലസിന് ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് എന്നും പറയാൻ പറ്റും, പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് എന്നും പറയാൻ പറ്റും. സോ നമുക്കറിയാം, ഒരു നോർമലി ഇതുപോലെ റെക്ടാങ്കുലർ ബീം സിംപ്ലി സപ്പോർട്ടർ ആവട്ടെ കാൻഡിലിവർ ആവട്ടെ, ഇത് അതിൻ്റെ ക്രോസ് സെക്ഷനാണ് വരച്ചിരിക്കുന്നത്. നമ്മൾ യൂഷ്വലി ആ ഒരു ബീം ലോഡ് ചെയ്യുമ്പോൾ അത് ബെൻഡ് ചെയ്യും അല്ലേ, ഇതുപോലൊരു ബെൻഡ് ചെയ്യും. അപ്പോൾ അതിൽ എന്ത് പറ്റും, ബെൻഡിങ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. ഇതുപോലെ ബെൻഡിങ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇനിഷ്യൽ ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനൊരു ചെറിയ ആ ബീമിൽ ഒരു എലമെൻ്റ് എടുത്തു, ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു എലമെൻ്റ് എടുത്തു. സപ്പോസ് ഞാനൊരു സെൻട്രൽ ഒരു പോർഷനിൽ ഒരു എലമെൻ്റ് എടുത്താലും അതിൻ്റെ ടോപ്പ് എന്തായിരിക്കും, കംപ്രഷൻ ബോട്ടം ടെൻഷനിലായിരിക്കും ഇരിക്കുന്ന എലമെൻ്റ് എന്ന് വെച്ചാൽ. കാരണം അത് ഇതുപോലെ ബെൻഡ് ആയതുകൊണ്ട്. സോ അതായത് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്ത് ഇതുപോലെ സിംപ്ലി സപ്പോർട്ട് ബെൻഡ് ആകുമ്പോൾ ടോപ്പിലെ ഫൈബേഴ്സ് കംപ്രഷൻ, ബോട്ടത്തിലെ ഫൈബേഴ്സ് ടെൻഷൻ ആയിരിക്കും. അതാണ് ഇവിടെ കംപ്രസീവ് സ്ട്രെസ്സും ടെൻസൈൽ സ്ട്രെസ്സും വന്നത്. സോ ആ മെറ്റീരിയൽ നമ്മൾ ഇനീഷ്യലി ലോഡ് ചെയ്യുമ്പോൾ ലോഡിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജസിൽ നമുക്കറിയാം പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റിന് നമ്മൾ സിഗ്മ വൈ ഈൽഡ് സ്ട്രെസ് ആയിരിക്കും. അപ്പം ഏറ്റവും ടോപ്പിലെ ഫൈബർ ആയിരിക്കും ആദ്യം സിഗ്മ വൈ അറ്റൈൻ ചെയ്യുക. കാരണം അതാണ് അതിൻ്റെ എക്സ്ട്രീം എൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ സിംപ്ലി ഒരു എലമെൻ്റ് എടുത്ത് ബെൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആദ്യം സ്ട്രെസ് കൂടുതൽ വരുന്നതെന്ന് വെച്ചാൽ ടോപ്പിലും ബോട്ടത്തിലും ആയിരിക്കും അല്ലേ. അപ്പോൾ സിഗ്മ വൈ അറ്റൈൻ ചെയ്യുന്ന എവിടെ ആയിരിക്കും, ടോപ്പിലെ ബോട്ടത്തിലേ ആയിരിക്കും. അതായത് ഒന്ന് കംപ്രഷനും ആയിരിക്കും, ഒന്ന് ടെൻഷനും ആയിരിക്കും, ബേസ്ഡ് ഓൺ ദ ലോഡിംഗ് സിനാരിയോ. നമ്മുടെ കേസ് സിംപ്ലി സപ്പോർട്ടർ ആയതുകൊണ്ട് എന്തായിരിക്കും, ടോപ്പിൽ കംപ്രഷനും ആയിരിക്കും, ബോട്ടത്തിൽ ടെൻഷനാണ്. ടോപ്പിൽ ഫൈബേഴ്സ് അല്ലെങ്കിൽ മെറ്റീരിയലിലെ എലമെൻറ്റ്സ് എന്ത് പറ്റും, അത് കംപ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ബോട്ടത്തിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് ആ കർവേച്ചർ ഡെവലപ്പ് ചെയ്യുന്നത്. സോ അപ്പോൾ ആ ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് അറിയാൻ പറ്റും, അതിന് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ആ ഒരു സ്ട്രെസ്സിന് ബെൻഡിങ് സ്ട്രെസ് നമുക്ക് ഈൽഡ് സ്ട്രെസ് കിട്ടും. ആ ഈൽഡ് സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന സെക്ഷൻ മോഡുലസിനെ നമുക്ക് ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് എന്ന് പറയും, സ്റ്റഡി എന്ന് പറയുന്നത്. ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. സോ സിമ്പിൾ സാധാ ഇക്വേഷനിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ നമുക്ക് ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് കിട്ടും. അതായത് നമ്മുടെ കേസിൽ ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ പറയണമെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് BH³/6 എന്നാണ് അല്ലേ, അത് ഡിഫൈൻ ചെയ്ത്. കാരണം എന്ന് വെച്ചാൽ I എന്ന് പറയുന്നത് എന്താണ്, BH²/6 ആണ്. I എന്ന് പറയുന്നത് എന്താണ്, BH³/12 ആണ്, ഡിവൈഡ് ബൈ ആ ഹൈറ്റിൻ്റെ ഹാഫ് h/2. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് BH³/6 ആയിരിക്കും. നമുക്ക് കിട്ടുന്ന സെക്ഷൻ മോഡുലസ് എന്ന് പറയുന്നത് അത് ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കൺസിഡർ ചെയ്തത് ഇലാസ്റ്റിക് ലോഡിൻ്റെ അകത്തായിരുന്നു. ഇനി പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസിലോട്ട് പോകുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഫർദർ ലോഡ് ചെയ്തപ്പോൾ നമ്മുടെ എക്സ്ട്രീം ഫൈബേഴ്സ് ഓരോന്നായിട്ട് സ്ട്രെസ്ഡ് ആവുന്നത് അല്ലേ. കാരണം ഫസ്റ്റ് ഏറ്റവും ടോപ്പിലും ബോട്ടത്തിലുള്ള ഫൈബർ സ്ട്രെസ്ഡ് ആയിപ്പോൾ ഇനി അതിനെ തൊട്ട് താഴെയുള്ള, അപ്പോൾ നമ്മൾ ഈ മെറ്റീരിയൽ ഓരോരോ ലെയറായിട്ട് കൺസിഡർ ചെയ്യും. ഇപ്പോൾ താഴെയുള്ളത് സ്ട്രെസ്സായി അൾട്ടിമേറ്റ്ലി നമ്മുടെ ന്യൂട്രൽ ആക്സിസ് അറിയാലോ, അവിടെ ഒരു സ്ട്രെസ് ഡെവലപ്പ് ചെയ്തില്ല, ടെൻഷൻ കാണത്തില്ല, കംപ്രഷൻ. അപ്പോൾ എല്ലാം ഒരേപോലെ അങ്ങ് ഫുള്ളി പ്ലാസ്റ്റിക് സ്റ്റേജിലോട്ട് അങ്ങ് ആയിപ്പോകും. മനസ്സിലായില്ലേ. ഈ ഒരു കേസിൽ എന്ന് വെച്ചാൽ എന്താണ്, സെക്ഷൻ കംപ്ലീറ്റ്ലി ഇലാസ്റ്റിക് ആണ്. അതായത് നമ്മൾ ഡെവലപ്പ് ചെയ്ത മൊമെന്റ് എന്ന് വെച്ചാൽ ഈൽഡ് മൊമെന്റിന് താഴെയാണ്. കാരണം ഈൽഡ് മൊമെന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത സ്ട്രെസ് എല്ലാം ഈൽഡ് സ്ട്രെസ്സിന് താഴെ ആയതുകൊണ്ടാണ്. ഈ ഒരു സെക്ഷൻ എന്തായിരിക്കും എന്ന് വെച്ചാൽ ഈ ഒരു കുറച്ച് കഴിയുമ്പോൾ ഇതേ സ്ഥാനത്ത് തന്നെ എക്സ്ട്രീം ഫൈബറിൽ സിഗ്മ വൈ അറ്റൈൻ ചെയ്യുമ്പോൾ അതുകൊണ്ട് ഈ മൊമെന്റ് ആയിട്ട് മാറും. പിന്നെ ഫർദർ ലോഡിങ് എന്ത്, ഇലാസ്റ്റോ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ബിഹേവിയർ വരും. അതായത് നമ്മൾ ഡെവലപ്പ് ചെയ്ത മൊമെന്റ് ഇലാസ്റ്റിക് മൊമെന്റിന് ഇടയ്ക്കായിട്ട് വരും. അതാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ പറഞ്ഞത് ഇലാസ്റ്റോ പ്ലാസ്റ്റിക് ബിഹേവിയർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഫർദർ ലോഡ് ചെയ്ത് വരുമ്പോൾ ഫുള്ളി പ്ലാസ്റ്റിക് മൊമെന്റിലോട്ടായിട്ട് നമ്മുടെ സെക്ഷൻ കൺവേർട്ട് ആയി വരും. അതായത് കംപ്ലീറ്റ് എല്ലാം സിഗ്മ വൈ ആയിട്ട് സ്ട്രെസ് ആണ്. ദാറ്റ് ഈസ് ടോപ്പിൽ കംപ്രസീവ് സ്ട്രെസ് ഫുൾ അറ്റൈൻ ചെയ്യും, ബോട്ടത്തിൽ ഫുൾ, അതായത് ഫുള്ളി സ്ട്രെസ് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു പ്ലാസ്റ്റിക് മൊമെന്റ്. സോ പ്ലാസ്റ്റിക് മൊമെന്റിൽ ഒരു പ്ലാസ്റ്റിക് ഹിഞ്ച് ഉണ്ടാവും ഇതുപോലെ. കാരണം പ്ലാസ്റ്റിക് ഹിഞ്ച് ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഇത്രയും സ്ട്രെസ് ഡെവലപ്പ് ചെയ്തിട്ട്, കാരണം ആ സ്ട്രെസ്
മൊമെന്റിനെ ഡെവലപ്പ് ചെയ്ത് ഒരു പ്ലാസ്റ്റിക് ഹിഞ്ച് ഡെവലപ്പ് ചെയ്തിട്ട് അതിനൊരു റൊട്ടേഷൻ സംഭവിച്ചിട്ട് അങ്ങനെ കൊളാപ്സ് ഉണ്ടാവും. അങ്ങനെ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോർമേഷൻ കൊളാപ്സ് എന്നൊക്കെ പറയും. അപ്പം നമ്മളിപ്പോൾ ഡൗട്ട്, അപ്പോൾ എന്താണ് നമ്മൾ സാധാരണ പഠിച്ച ഹിഞ്ച് എന്ന് പറയുന്നത് എന്താണ്? നോർമൽ ഹിഞ്ചിൽ എന്താണ് മൊമെന്റ് 0 ആണ്. പക്ഷേ പ്ലാസ്റ്റിക് ഹിഞ്ചിൽ എപ്പോഴും മൊമെന്റ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മൊമെന്റ് കോൺസ്റ്റന്റ് മൊമെന്റ് വന്നിട്ട് അതിൽ റൊട്ടേഷൻ സംഭവിക്കുകയും ചെയ്യും. ഇങ്ങനെ നമുക്ക് 2 സെക്ഷൻ മോഡുലസ് കിട്ടും. അപ്പോൾ നമ്മൾ ഈ IS 800 അനക്സർ എച്ചിലാണ് തോന്നുന്നത്. അനക്സർ എച്ച് നമ്മൾ ഡിസൈൻ പ്രോബ്ലത്തിൽ പറയുന്നത് ആ ഏത് നമ്മൾ ഉപയോഗിക്കുന്ന റോൾഡ് സ്റ്റീൽ സെക്ഷൻ്റെ ബോത്ത് ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസും കാണും, പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസും കാണും. എന്തായാലും പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഡിസൈൻ എടുക്കുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ആണ് നമ്മൾ ഡിസൈനിൽ കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് എന്ത് കിട്ടും? മൊമെന്റ് റിസീവിംഗ് കപ്പാസിറ്റി ഗ്ലാസ് സ്റ്റീൽസ്കാളിൽ പ്ലാസ്റ്റിക് മൊമെന്റ് ആണ് പ്ലാസ്റ്റിക്കിലോട്ട് പോയി, കാരണം അത് സ്റ്റീൽ ആയതുകൊണ്ട്. സോ എന്നിട്ട് ആ പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് നമ്മുടെ ഏരിയയിൽ 2ആയിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ? നമ്മുടെ ഏരിയയിൽ 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. മാത്രമല്ല ഇതിനകത്തൊരു വളരെ ഇമ്പോർട്ടൻറ്റ് വേറൊരു കൺസെപ്റ്റ് ഒരു ഷേപ്പ് ഫാക്ടറാണ്. ഷേപ്പ് ഫാക്ടർ എന്ന് പറയുന്ന സാധനമാണ് അത് വരുന്നത്. സിംപ്ലി ഷേപ്പ് ഫാക്ടർ എന്ന് വെച്ചാൽ നമ്മുടെ പ്ലാസ്റ്റിക് മൊമെന്റ് ബൈ ഇലാസ്റ്റിക് മൊമെന്റോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ബൈ നോർമൽ ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് എന്ന് പറയും. അപ്പം അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് വെച്ചാൽ ദ റേഷ്യോ ബിറ്റ്വീൻ ദി പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ഇലാസ്റ്റിക്. കാരണം നമുക്കറിയാം പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് കൂടുതലാണ്, കുറച്ചും കൂടെ ലോഡ് തന്നിട്ടുണ്ട്. ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് എന്തായിരിക്കും? ഇലാസ്റ്റിക് ലിമിറ്റ് വരെയാണ് കുറവായിരിക്കും. നമ്മളത് ലിമിറ്റ് ചെയ്യണം. നമ്മളെപ്പോഴും ഈ പല ഡിസൈനിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഒരു മെറ്റീരിയലിൻ്റെ കപ്പാസിറ്റി പ്ലാസ്റ്റിക് എടുത്ത് പോകുമ്പോൾ നമ്മൾ അതിനെ ലിമിറ്റ് ചെയ്ത് ഇലാസ്റ്റിക്കിൽ വെച്ച് മാത്രം ചെയ്തിട്ട് അതിനെ ഡിസൈൻ ചെയ്യാണ് ചെയ്യുന്നത്. സോ ദാറ്റ് നമുക്ക് അത്രയും ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി അവിടെ കാണും. അതേസമയം സ്റ്റീലിൻ്റെ കേസിൽ നമുക്ക് ആ ഒരു എക്സ്ട്രാ ഒരു സ്ട്രെങ്ത് കൂടെ, അത് റെസിഡ്യൂസ് സ്ട്രെങ്ത് എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ റെക്ടാങ്കുലർ സെക്ഷനിൽ നമ്മൾ കണ്ടുപിടിക്കുമ്പം നമുക്കറിയാം BH²/6 എന്നറിയാം. പിന്നെ ഏരിയ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് എന്ന് വെച്ചാൽ BH²/4. ബേസിക്കലി അതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് ഷേപ്പ് ഫാക്ടർ എന്ന് വെച്ചാൽ 1.5 കിട്ടും. അതായത് 50% എക്സ്ട്രാ റിസർവ്ഡ് സ്ട്രെങ്ത്. അല്ലെങ്കിൽ നമ്മളതിൻ്റെ റേഷ്യോ നമ്മുടെ ഈൽഡ് മൂവ്മെൻറ്റിനേക്കാളും എന്താണ് 50% മോർ എക്സ്ട്രാ ആയിരിക്കും അതിൻ്റെ പ്ലാസ്റ്റിക് MP എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 50% റിസർവ് സ്ട്രെങ്തും കൂടെ അതിന് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതൊരു നട്ട്ഷെല്ലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഇതിൻ്റെ സെക്ഷൻ മോഡുലസ്. അപ്പം നമ്മുടെ ഡിസൈൻ പ്രോബ്ലത്തിൽ എപ്പോഴും പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ആയിരിക്കും നമ്മൾ പിന്നെ ചെയ്യുന്നത്. കാരണം നമ്മൾ ക്വസ്റ്റ്യനിലെ ലോഡ് മീറി ലോഡിന് മൊമെന്റ് കിട്ടും. മൊമെന്റ് നമ്മൾ ഈൽഡ് സ്ട്രെസ് അസ്യൂം ചെയ്തിട്ട് നമ്മൾ പ്ലാസ്റ്റിക് സെക്ഷൻ. അപ്പം എന്താണ് ഈ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് എന്നുള്ളൊരു ഐഡിയ വളരെ നല്ലതായിരിക്കും ഡിസൈൻ പ്രോബ്ലത്തിൽ ചെയ്യാൻ വേണ്ടി. 800 അനക്സർ എച്ചിലോട്ടാണ് നോക്കുന്നത്. സോ അനക്സർ എച്ച് എന്ന് വെച്ചാൽ പേജ് നമ്പർ 138 ആയിരിക്കും. ഇവിടെ പ്ലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ബീംസ് എന്ന് എഴുതിയിരിക്കുന്നത്. ബീംസ് എന്ന് പറയുന്നത് റോൾഡ് സെക്ഷൻസ് ആയിരിക്കും. ഇവിടെ നമുക്കറിയാം ഓരോ വൈഡ് ആംഗിൾ സെക്ഷൻ ബീംസിൻ്റെ ഇവിടെ നമുക്ക് ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസും കാണും, പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസും കാണും. ആൻഡ് സോ ആസ് യു ക്യാൻ സീ ഇവിടെ നമുക്ക് ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസും പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസും എന്തായാലും കാണും, കൂടുതലായിരിക്കും ഒബ്വിയസ്ലി. കാരണം അത്രയും സ്ട്രെങ്ത് അതിനെടുക്കാൻ പറ്റുന്നുണ്ട് പ്ലാസ്റ്റിക് റേഞ്ച്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് ഫാക്ടർ റേഷ്യോ തന്നിട്ടുണ്ടായിരിക്കും. സോ ഈ അനക്സർ വെച്ചിട്ടായിരിക്കും നമ്മൾ ഡിസൈൻ സ്റ്റെപ്പിൽ സെക്ഷൻസ് ഇനിഷ്യലി സെലക്ട് ചെയ്യുന്നത്. സോ ഹിയർ നമുക്ക് ഡിഫറെൻറ്റ് സെക്ഷൻസിൻ്റെ ഇത് കാണും. സോ അതിന് നമ്മൾ അനക്സർ എച്ച് ആണ് യൂസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് അനക്സർ എച്ച് ഇൻ ദ ഡിസൈൻ ഓഫ് ബീംസ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സോ ഈ കൺസെപ്റ്റിൻ്റെ ബേസിസിൽ നമ്മുടെ സെക്ഷൻസിന് നമുക്ക് ചൂസ് സെക്ഷൻസിനെ പ്ലാസ്റ്റിക്, കോമ്പാക്ട്, സെമി കോമ്പാക്ട്, പിന്നെ സ്ലെൻഡർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. അതായത് ഈ പ്ലാസ്റ്റിക് മൊമെൻറ്റും ഇലാസ്റ്റിക് മൊമെൻറ്റിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞ് നമ്മൾ സെക്ഷൻ മോഡുലസ് വെച്ചിട്ട് നമ്മളൊരു സെക്ഷൻ ചൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മാത്രമല്ല ആ സെക്ഷൻ വെദർ ഇറ്റ് ഈസ് പ്ലാസ്റ്റിക് ആണോ, കോമ്പാക്ട് ആണോ, സെമി കോമ്പാക്ട് ആണോ എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ആ സെക്ഷൻ്റെ ബെൻഡിങ് കൊടുക്കാനുള്ള കപ്പാസിറ്റി കൗണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ എന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. അതായത് നമ്മുടെ ടേബിൾ 2-ലാണ് ഇത് പറയുന്നത്. ദാറ്റ് ഈസ് ലിമിറ്റിംഗ് വിഡ്ത് ടു തിക്നെസ് റേഷ്യോ. സോ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇവിടെ ക്ലാസ് 1 എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്, ക്ലാസ് 2 കോമ്പാക്ട്, ക്ലാസ് 3 സെമി കോമ്പാക്ട്, ക്ലാസ് 4 സ്ലെൻഡർ ആണ് അത് നമ്മൾ യൂസ് ചെയ്യുക. കാരണം അത് ഈൽഡ് മൊമെൻറ്റിനേക്കാളും വളരെ കുറവായിരിക്കും അതിൻ്റെ ബെൻഡിങ് കപ്പാസിറ്റി എന്ന്. സോ യൂഷ്വലി നമ്മളത് IS കോഡിൽ അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. സോ ബേസ്ഡ് ഓൺ നമ്മൾ വെദർ നമ്മൾ റോഡ് സെക്ഷനാണ് ചൂസ് ചെയ്യുന്നത്, വെൽഡഡ് സെക്ഷനാണ് ചൂസ് ചെയ്യുന്നതിനനുസരിച്ചുള്ള പല ടൈപ്പ് ഓഫ് സെക്ഷൻ അനുസരിച്ച് നമുക്ക് നമ്മുടെ B/TF തിക്നെസ് ഓഫ് ഫ്ലാഷ്, B എന്ന് പറയുന്നത് FT വിഡ്ത്ത് ആണ്. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. അതനുസരിച്ച് ആ റേഷ്യോ അനുസരിച്ച് വെദർ നമ്മുടെ സെക്ഷൻ പ്ലാസ്റ്റിക് ആണോ, കോമ്പാക്ട് ആണോ, സെമി കോമ്പാക്ട് ആണോ തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ അതിൻ്റെ ബെൻഡിങ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്തൊക്കെ പഠിക്കും. നമ്മൾ കംപ്രഷൻ നമ്മൾ അതിൻ്റെ ഒരു ബ്രീഫായിട്ട് പറഞ്ഞായിരുന്നു. സോ അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് പറയാം. എന്താണ്
നമുക്കറിയാം പ്ലാസ്റ്റിക് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഏറ്റവും മാക്സിമം ഒരു ലോഡ് എടുക്കാനുള്ള കപ്പാസിറ്റിയിലാണ് പ്ലാസ്റ്റിക് നമ്മുടെ റൊട്ടേഷൻ കപ്പാസിറ്റി. അപ്പം പ്ലാസ്റ്റിക് സെക്ഷൻ ആയിരിക്കും വിച്ച് ഈസ് ഹാവിംഗ് ദ ഹയസ്റ്റ് ബെൻഡിങ് കപ്പാസിറ്റി ഉള്ളത്. അത് ബെൻഡിങ് കപ്പാസിറ്റി ഏറ്റവും കൂടുതലുള്ളത് ഹയസ്റ്റ് ആയിരിക്കും. സോ ഈ ഒരു കണ്ടീഷനിൽ ആക്ച്വലി ക്ലാസ് 1 അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കണ്ടീഷനിൽ എന്ന് പറയുന്നത് ഏറ്റവും എന്താ പറയുക, നമ്മൾ ഏറ്റവും ബെറ്റർ, ഏറ്റവും നല്ല ഒരു സെക്ഷൻ ബെൻഡിങ് എടുക്കാൻ പറ്റുന്ന ഏറ്റവും കൂടിയ സെക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ക്ലാസ് 1 ആയിരിക്കും എന്നുള്ളത് ഒരു ഐഡിയ മനസ്സിൽ വെച്ചിരുന്നാൽ മതി. സോ ഇറ്റ് ഹാസ് ദ കപ്പാസിറ്റി ടു ഡെവലപ്പ് പ്ലാസ്റ്റിക് മൂവ്മെന്റ് ആൻഡ് ദ പ്രോസസ് ആസ് ഇറ്റ് ക്യാൻ റൊട്ടേറ്റ് ടിൽ കൊളാപ്സ് മെക്കാനിസം ഈസ് അച്ചീവ്ഡ്. ആ ഒരു കേസ് ആയിരിക്കും ക്ലാസ് 1 അല്ലെങ്കിൽ പ്ലാസ്റ്റിക്. അപ്പോൾ ഇവിടുത്തെ ബെൻഡിങ് മൂവ്മെന്റ് കപ്പാസിറ്റി എം ഡി എന്തായിരിക്കും? സ്വാഭാവികമായിട്ട് മറ്റേ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡൽസ് ഇൻറ്റു നമ്മൾ അസ്യൂം ചെയ്യുന്ന ബെൻഡിങ് സ്ട്രെസ്, ഡിസൈൻ ബെൻഡിങ് സ്ട്രെസ് ആയിരിക്കും. സോ ഇനി അടുത്ത ക്ലാസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കുറച്ചും കൂടെ മറ്റേ കേസ്. ഇപ്പോൾ ഈ കേസ് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. ഇതുപോലെ റെക്ടാങ്കുലർ സെക്ഷനിൽ നമ്മുടെ ലോഡ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഫസ്റ്റ് ഇതുപോലെ ഈൽഡായിരുന്നു, പിന്നെ നമ്മൾ എല്ലാം ഒരേപോലെ തന്നെ എഫ് ഐ അറ്റൈൻ ചെയ്തു. അതിനുശേഷം നമുക്കിതുപോലെ സെമി കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു സെക്ഷൻ വന്നു. പിന്നെ അത് നേരെ പോയിട്ട് ഫുള്ളി പ്ലാസ്റ്റിക് സെക്ഷനായിട്ട് വന്നു അല്ലേ. എല്ലാ സ്ട്രെസ്സും എന്തായാലും എഫ് ഐക്ക് റീച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് അത് വന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ക്ലാസ് 1 എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ക്ലാസ് 1ൻ്റെ cross section has the capacity to develop plastic moment and also it can rotate till rotation capacity. കോമ്പാക്ട് എന്തായിരിക്കും? കോമ്പാക്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ മെയിൻലി ആ പ്ലാസ്റ്റിക് 1ൻ്റെ കേസിൽ നമുക്കറിയാം അതിന് പ്ലാസ്റ്റിക് ഇനി ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അതിന് റൊട്ടേഷൻ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കും. മനസ്സിലായില്ലേ? സോ വിത്ത് തിക്നെസ് റേഷ്യോ നമ്മൾ നേരത്തെ പറഞ്ഞ ടേബിൾ 2 പറയുന്നുണ്ട് ആ ഒരു കേസിൽ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് സെക്ഷനിൽ. ഇതിന് തൊട്ട് മുമ്പത്തെ കേസ്, ഇതിനെക്കാളും കുറച്ചും കൂടെ വരുന്ന കേസാണ് കോമ്പാക്ട് എന്ന് പറയുന്ന സെക്ഷൻ. ക്ലാസ് 2 എന്ന് നമ്മളതിനെ ഡിഫൈൻ ചെയ്യുന്നത്. സോ ഇവർക്ക് ഈ സെക്ഷൻസിന് പ്ലാസ്റ്റിക് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, പക്ഷേ റൊട്ടേഷൻ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അവിടുത്തെ കേസിൽ നമ്മളുടെ ബെൻഡിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇസഡ് പി ഇൻറ്റു എഫ് ഐ ആയിരിക്കും. ഒറ്റ കാര്യം മാത്രം ഓർത്താൽ മതി, അവിടെ ദെർ വിൽ ബി നോ പ്ലാസ്റ്റിക് ഫിൻസ് റൊട്ടേഷണൽ കപ്പാസിറ്റി ആ ഒരു മെക്കാനിസം ഉണ്ടാകത്തില്ല. കാരണം എന്ന് വെച്ചാൽ ലോക്കൽ ബക്ലിങ്ങിൻ്റെ എഫക്റ്റ് ഒക്കെ വരുന്നതുകൊണ്ട് ആ ഒരു റൊട്ടേഷണൽ കപ്പാസിറ്റി പ്യൂർ ക്ലാസ് എത്തത്തില്ല. ആ ഒരു ബേസിക് ഐഡിയ മനസ്സിൽ വെച്ചിരുന്നാൽ മതി. സോ വിത്ത് തിക്നെസ് റേഷ്യോ ഒബ്വിയസ്ലി നമ്മൾ ഫസ്റ്റിനേക്കാളും കുറവായിരിക്കും ഈ ക്ലാസ്സിൽ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സെമി കോമ്പാക്ട് സെക്ഷൻസ് ആണ്. സെമി കോമ്പാക്ട് സെക്ഷൻസ് എന്ന് പറയുമ്പം ഹിയർ ദ ക്രോസ് സെക്ഷൻ എക്സ്ട്രീം ഫൈബർ ആർ ഇൻ കംപ്രഷൻ can reach yield stress ആണ്, but cannot develop the plastic movement resistance develop ചെയ്യും. നമ്മുടെ ആ സെക്ഷൻ്റെ ഒരു ബേസ്ഡ് ഓൺ ദ B/TF റേഷ്യോ അനുസരിച്ചായിരിക്കും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സോ ഡ്യൂ ടു ലോക്കൽ ബക്ലിങ്ങിൻ്റെ റീസൺ കാരണമായിരിക്കും ഇത് മെയിൻ ഇൻഫ്ലുവൻസസ്. അപ്പോൾ അവിടുത്തെ കേസിൽ ദ മൊമെന്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ ബെൻഡിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബെൻഡിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ZE, ദാറ്റ് ഈസ് ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ഇൻറ്റു ആയിരിക്കും. അതാണ് സെമി കോമ്പാക്ട് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഇലാസ്റ്റിക് സെക്ഷനിലെ മോഡുലസിൻ്റെ ഈ ഒരു ഫോമിൽ വരും. ദിസ് ഈസ് സെമി കോമ്പാക്ട് ഫോമിൽ വരും. കാരണം മെറ്റീരിയലിൻ്റെ B/TF റേഷ്യോ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ബെൻഡിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും. ദാറ്റ് ഈസ് അങ്ങനത്തെ ഒരു എലിമെന്റ്സ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സോ ഇലമെന്റ് സെക്ഷൻ പറയുന്ന പേരാണ് സെമി കോമ്പാക്ട് സെക്ഷൻ എന്ന് പറയും. അതായത് അതിന് ഈൽഡ് മൊമെന്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി പ്ലാസ്റ്റിക്കിനും കോമ്പാക്റ്റിനും പ്ലാസ്റ്റിക് മൊമെന്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റി. അതിൽ പ്ലാസ്റ്റിക്കിൽ മാത്രം എന്തുകൊണ്ടായി? നമ്മുടെ റൊട്ടേഷണൽ കപ്പാസിറ്റി റിക്വയർഡ് ഫോർ ഫെയിലർ ഉണ്ടായി, പക്ഷെ കോമ്പാക്റ്റിൽ അത് ഉണ്ടായിട്ടില്ല. ആൻഡ് ഓൾസോ ഹിയർ ഇറ്റ് ഡസ് നോട്ട് ഹാവ് ദ കപ്പാസിറ്റി ഡെവലപ്പ് പ്ലാസ്റ്റിക് മൊമെന്റ് ഓർ പ്ലാസ്റ്റിക് ബിക്കോസ് എന്ത് പറ്റും? ആ മൊമെന്റ് MB, അതായത് നമ്മുടെ ഈ മാക്സിമം പ്ലാസ്റ്റിക് എത്തുന്നതിന് മുമ്പ് തന്നെ ആ സെക്ഷൻസ് ഫെയിൽ ആവും. നമ്മുടെ ആംഗിൾ സെക്ഷൻസോ ഏതെങ്കിലും സിങ്ക് ചാനൽ സെക്ഷൻസോ അതിനൊക്കെ ആ പ്ലാസ്റ്റിക് മൊമെന്റ് എത്തുന്നതിന് മുമ്പ് അതങ്ങ് ഫെയിൽ ആവും. പക്ഷെ നമ്മൾ ഐ സെക്ഷൻസോ ബിൽഡപ്പ് സെക്ഷൻസോ ഒക്കെ വരുമ്പോൾ അതിന് ക്ലാസ് 1 ക്ലാസ് 2 ഫെയിൽ ചെയ്യും. ഓക്കെ, ഇനി സിലിണ്ടർ സെക്ഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതിനെന്ന് വെച്ചാൽ ക്രോസ് സെക്ഷൻ എലമെന്റ്സ് ബക്കഡ് ലോക്കലി ഈവൻ ബിഫോർ റീച്ചിങ് ദ ഈൽഡ് സ്ട്രെസ് എത്തുന്നതിന് മുമ്പ് തന്നെ അതങ്ങ് ഫെയിൽ ആവും. അപ്പോൾ അത് വിത്ത് തിക്നെസ് റേഷ്യോ എന്ന് വെച്ചാൽ ഇത് പറയുന്ന 3 ക്ലാസ്സിനേക്കാളും വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അത് ഈവൻ എത്തുന്നതിന് മുമ്പ് തന്നെ ബക്ലിംഗ് എന്ന് പറഞ്ഞാൽ ലോക്കലായിട്ടുള്ള ഫിനോമിന, കാരണം ഡ്യൂ ടു അതിൻ്റെ ജോമെട്രി കാരണം. അപ്പോൾ ഈ പറയുന്ന എല്ലാ സെക്ഷനും B/TF റേഷ്യോ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്തുകൊണ്ടായിരുന്നത്. ആ ഇൻക്രീസ് ചെയ്ത കാരണം നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും? നാച്ചുറലി ബക്ലിംഗ് എന്ന് പറഞ്ഞൊരു ഫിനോമിന ഉണ്ടാകും. സോ ബക്ലിംഗ് കാരണം എന്ത് പറ്റും? ഈ മെമ്പേഴ്സ് ഈൽഡ് സ്ട്രെസ് അറ്റൈൻ ചെയ്തതിന് മുന്നേ ഫെയിൽ ആവും. പ്ലാസ്റ്റിക്കിൽ നിന്ന് വരുംതോറും ഈ ഫിനോമിനയുടെ എഫക്റ്റ് കൂടിക്കൊണ്ടിരിക്കും. സോ യൂഷ്വലി സെൻട്രൽ സെക്ഷൻസ് ആണ് നമ്മൾ അങ്ങനെ പ്രിഫർ ചെയ്യത്തില്ല. അതാണ് കാരണം. ബിക്കോസ് ദിസ് എന്ത് പറ്റും? ഇത് റീച്ചിങ് ഈൽഡ് സ്ട്രെസ്, അതായത് മെറ്റീരിയലിൻ്റെ ഈൽഡ് സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ ഡിസൈൻ എടുക്കുന്ന ലിമിറ്റാണ്. അത് എത്തുന്നതിന് മുമ്പ് അത് ഫെയിൽ ആയാൽ അങ്ങനത്തെ സെക്ഷൻസ് എടുക്കാൻ പറ്റത്തില്ല. FT സെക്ഷൻസ് നമ്മുടെ IS 801 അക്കൗണ്ട് ഫോർ ദ പോസ്റ്റ് ബക്ലിംഗ് സ്ട്രെങ്ത് ഒക്കെ വെച്ചിട്ടായിരിക്കും
കാൽക്കുലേറ്റ് ചെയ്യും. പെർസ്പെക്റ്റീവിൻ്റെ എഫക്റ്റ് വെച്ചിട്ട് യൂഷ്വലി നമ്മൾ ഡിസൈനിൽ കൺസിഡർ ചെയ്യാത്തതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അടുത്ത പറഞ്ഞ സെക്ഷൻ വിൽ ഫെയിൽ ബിഫോർ റീച്ചിങ് ഫീൽഡ് സ്ട്രെസ് ആണ്. ഈ 4 സെക്ഷൻസ് ആയാലും അടുത്ത ഡിസൈൻ സ്റ്റെപ്പിൽ നമ്മൾ എടുക്കണം. വെതർ നമ്മൾ എടുത്ത സെക്ഷൻസ് ക്ലാസ് 1 ക്ലാസ് 2 ആണോ അത് ക്ലാസ് 3 ആണോ നമ്മൾ നോക്കിയാൽ മാത്രം മതിയാകും. നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഇഷ്യൂ പറഞ്ഞില്ല, ഇതുപോലെ പ്ലാസ്റ്റിക് സെക്ഷൻ മോർലെസ് പ്ലാസ്റ്റിക് ആയിരുന്നപ്പം അതിൻ്റെ ഈ ലിമിറ്റിംഗ് വിത്ത് തിക്നെസ് റേഷ്യോ 9.4 ആയിരുന്നു, 10.5 ആയി 15.7ലേക്ക് ഇൻക്രീസ് ചെയ്ത് പോയി. ഇൻക്രീസിങ് എഫക്റ്റ് കാരണം ലോക്കൽ ബക്ലിംഗ് എഫക്റ്റ് ഉണ്ടാകുന്ന കാരണം മെറ്റീരിയൽ പ്ലാസ്റ്റിക് മൂവ്മെൻറ്റ് എത്തുന്നതിന് മുമ്പ് തന്നെ ഫെയിൽ ആവാൻ തുടങ്ങും. എപ്പോഴും ക്ലാസ് 1 ക്ലാസ് 2 ആയിരിക്കും ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ്. സോ നമ്മളെപ്പോഴും പ്രോബ്ലത്തിൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ വെതർ നമ്മൾ നോട്ട് സെക്ഷൻ ആണോ വെൽഡർ സെക്ഷൻ യൂസ് ചെയ്തിട്ട് ഈ ഒരു റേഷ്യോയുടെ ബേസിസിലായിരിക്കണം നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. ആ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായാലും പ്ലാസ്റ്റിക് സെക്ഷൻ മുതൽ അടുത്ത സ്റ്റെപ്പ് എപ്പോഴും ഈ ഏത് ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് ആണോ കോമ്പാക്ട് സെമി കോമ്പാക്ട് ആണോ നമ്മുടെ സെക്ഷൻ ഫോളോ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ സെക്ഷൻ അസ്യൂം ചെയ്യേണ്ടി വരും. സോ നൗ നമ്മളിപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ ആദ്യം പ്ലാസ്റ്റിക് സെക്ഷൻ മോഡൽസ് കണ്ടുപിടിച്ചു. അതിൽ നിന്ന് സെക്ഷൻ ഏത് ടൈപ്പാണ്, പ്ലാസ്റ്റിക് ഓർ സെമി കോമ്പാക്ട് ആണെന്ന് കണ്ടുപിടിച്ചു. യൂഷ്വലി ഡിസൈൻ ഓഫ് ബീംസിലെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഡിസൈൻ ഷിയർ കപ്പാസിറ്റി കണ്ടുപിടിക്കണം. ആ സെക്ഷൻ്റെ ഡിസൈൻ ഷിയർ കപ്പാസിറ്റി. സോ നമ്മുടെ കേസിൽ എന്ന് വെച്ചാൽ യൂഷ്വലി നമുക്ക് തന്നെ ക്വസ്റ്റ്യനിൽ ഇതുപോലെ ഒരു UDL ഒരു ലോഡ് ആക്ട് എന്ന് പറയും നമ്മുടെ ബീമിൽ. ഇതുപോലെ ഒരു ലോഡ് തന്നിരിക്കും, ഒരു UDL ഒരു ആക്ട് ചെയ്യുന്നത് തന്നിരിക്കും. സപ്പോസ് W തന്നിരുന്നെങ്കിൽ നമുക്ക് ബെൻഡിങ് മൂവ്മെൻറ്റ് അറിയാം. സിംപിൾ സപ്പോർട്ട് ആണെങ്കിൽ WL²/8, ഷിയർ ഫോഴ്സ് നമുക്കറിയാം എന്താണ്, WL/2 ആയിരിക്കും. ഇതാണ് നമുക്ക് റെസിസ്റ്റ് ചെയ്യാനുള്ള ഷിയർ ഫോഴ്സ്. നമ്മുടെ സെക്ഷനിൽ ഡിസൈൻ നമ്മുടെ ഷിയറിൻ്റെ ഇൻഫ്ലുവൻസ് വരുന്നോ ഇല്ലെന്ന് ചെക്ക് ചെയ്യണം. കാരണം വെച്ചാൽ യൂഷ്വലി ഡിസൈൻ ഓഫ് ബീമിൽ വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഫെയിലിയർ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ ബെൻഡിങ് ഫെയിലിയർ ആയിരിക്കും. ഫെയിലിയർ ഓഫ് ബീംസ് ഇതിന് ശേഷം ജസ്റ്റ് ബ്രീഫായിട്ട് പറയും. അപ്പോൾ ബെൻഡിങ് ഫെയിലിയർ വരുന്നത് യൂഷ്വലി അതിനകത്ത് ഷിയർ ഫോഴ്സിൻ്റെ കോൺട്രിബ്യൂഷനും കാണാം, ബെൻഡിങ് മൊമെൻറ്റ് കോൺട്രിബ്യൂഷനും കാണാം. സോ ബെൻഡിങ് മൊമെൻറ്റ് ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ബെൻഡിങ് മൊമെൻറ്റ് മൂലമായിരിക്കും ആ ബെൻഡിങ് ഫെയിലിയർ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടാകും വെതർ ഷിയർ ഫോഴ്സ് ഇൻഫ്ലുവൻസ് ബെൻഡിങ് കപ്പാസിറ്റി. ഓക്കെ, ബീമിൻ്റെ ബെൻഡിങ് കപ്പാസിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അൾട്ടിമേറ്റ്ലി നമ്മൾ ബെൻഡിങ് കപ്പാസിറ്റി വെച്ചിട്ടാണ് സെക്ഷൻ സെലക്ട് ചെയ്ത് സേഫ് ആണോ അല്ലയോ നമ്മൾ നോക്കുന്നത്. സോ നമ്മൾ ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ബെൻഡിങ് മൊമെൻറ്റ് കാരണമായിരിക്കും നമ്മുടെ ബെൻഡിങ് കപ്പാസിറ്റി ഉള്ള വേരിയേഷൻ എഫക്റ്റ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും. കാരണം ബെൻഡിങ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആക്ട് ചെയ്ത എക്സ്റ്റേണൽ ആയിട്ടുള്ള ബെൻഡിങ് മൊമെൻറ്റ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് ഷിയർ ഫോഴ്സിന് ഇൻഫ്ലുവൻസ് ചെയ്യാം, എപ്പോഴാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ലോ ഷിയറും ഹൈ ഷിയർ ബീംസ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യുന്നത്. ലോ ഷിയർ ബീംസിൽ ഷിയറിൻ്റെ ഇൻഫ്ലുവൻസ് ഇല്ല, അതായത് ഷിയർ കാരണം ബെൻഡിങ് മൊമെൻറ്റ് കപ്പാസിറ്റി കുറയത്തില്ല. പക്ഷെ ഹൈ ഷിയറിൻ്റെ കേസിൽ ഷിയർ കാരണം ബെൻഡിങ് മൊമെൻറ്റ് കപ്പാസിറ്റി കുറയും. അത് കാരണം നമ്മളൊരു റിഡക്ഷൻ ഫാക്ടർ അപ്ലൈ ചെയ്യും. സോ അതാണ് ബേസിക് ഡിഫറൻസ്. സോ യൂഷ്വലി നമ്മൾ ആ ഒരു റേഞ്ച് 0.6 ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ 0.6 താഴെ, ദാറ്റ് ഈസ് വെൻ ദി ഈ ഷിയർ ഫോഴ്സ് ഈസ് less than 0.6 of the design shear capacity of the section. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് ലോ ഷിയർ കേസ് എന്ന് പറയും. അതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ളത് ക്ലോസ് 8.2.1 ഓഫ് ദി IS 800 നമ്മൾ പറയുന്നുണ്ട്. വെൻ ഷിയർ ഫാക്ടർ ഡിസൈൻ ഷിയർ ഫോഴ്സ് ഡസ് നോട്ട് എക്സീഡ് 0.6 VD, ദെൻ നമുക്ക് ബെൻഡിങ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാൻ പറ്റും. ഷിയർ ഫോഴ്സ് ബെൻഡിങ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് βp ZP FI/γ M0 ആണ്. സോ ഇത് നമ്മുടെ ബേസിക് ഇക്വേഷൻ തന്നെയാണ്. നമ്മുടെ M/I is equal to F/Y, or simply നമുക്ക് പറയാൻ പറ്റും M/Z is equal to Fy. ആ ഒരു ഇക്വേഷൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ്. എന്തുകൊണ്ടാണ് FI/γ M0 ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ സ്ട്രെസ്സിന് ഫാക്ടർ സേഫ്റ്റി വെച്ച് ഡിവൈഡ് ചെയ്യും. വർക്കിംഗ് സ്ട്രെസ് ആയിരുന്നെങ്കിൽ ബേസ്ഡ് ഓൺ 0.6 FIയോ 0.75 FI വെച്ച് നമ്മൾ ചെയ്യും. പക്ഷെ നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിലാണ് IS 800 ചെയ്യുന്നത്. So then we have this factor βp എന്നൊരു ഫാക്ടർ ഉണ്ട്. ജസ്റ്റ് അത് പ്ലാസ്റ്റിക് ആണോ സെമി കോമ്പാക്ട് ആണോ എന്ന് അറിയാൻ വേണ്ടിയുള്ളൊരു ഫാക്ടർ ഇതാണ്, ഒരു കോൺസ്റ്റൻ്റ് ആണത്. സോ നമ്മൾ മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതിൻ്റെ കേസാണ്, ഷിയറിൻ്റെ ഇൻഫ്ലുവൻസ് വരുമ്പോൾ ഉണ്ടാകുന്ന കാൽക്കുലേഷൻ്റെ വേരിയേഷൻ. അപ്പോൾ ഇത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷിയർ കപ്പാസിറ്റി ചെക്ക് ചെയ്തിട്ട് വെദർ ഇറ്റ് ഈസ് ഹൈ ഷിയറോ ലോ ഷിയറോ ചെക്ക് ചെയ്തതിന് ശേഷം കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലോസ് അപ്ലൈ ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് പറ്റും, ഡിസൈൻ ബെൻഡിങ് സ്ട്രെസ് കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ ഡൗട്ട് എന്തുകൊണ്ട് 0.6 എടുത്തു എന്നുള്ളത്. യൂഷ്വലി നമ്മൾ ഷിയറിൻ്റെ കേസ് എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി നമ്മൾ ബോൾട്ടിൻ്റെ കേസ് FU/√3 എന്ന് പറയുന്നത് വോൺ മൈസർ ആയിട്ടുള്ള
ക്രൈറ്റീരിയ ഓഫ് പ്യൂർ ഷിയർ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. F(3) ബോൾട്ടിൻ്റെ ഡിസൈനിൽ നോക്കിയാൽ മതി. ഷിയർ ചെയ്യുമ്പോൾ ആ ഒരു ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാൻ ഒരു √3 എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഇക്വേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 1/√3 നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 0.58 something, ദാറ്റ് ഇസ് ആൾമോസ്റ്റ് ഈക്വൽ ടു 0.6 വരും. അപ്പോൾ ആ 0.6 കിട്ടിയത് അവിടെ നിന്നാണ്. അതായത് ഷിയറിൻ്റെ കപ്പാസിറ്റി 0.6 എക്സീഡ് ചെയ്യുമ്പോഴാണ് ഷിയർ നമ്മുടെ ബെൻഡിങ് മൊമെന്റ് കപ്പാസിറ്റിയിൽ അഫക്റ്റ് ചെയ്യുന്നത്. ഒരു സെക്ഷനിലെ ഷിയറും കൂടെ അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മൾ പറഞ്ഞു, അതായത് ഒരു ബീമിൽ അഫക്റ്റ് ചെയ്യുന്ന ബെൻഡിങ് മൊമെന്റിനെ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബെൻഡിങ് മൊമെന്റ് ആണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതേസമയം ഷിയർ ഫോഴ്സിന് ഇൻഫ്ലുവൻസ് വരുന്നതെങ്കിൽ വെൻ ദിസ് 0.6 വീഡിനേക്കാളും കൂടുതലാകുമ്പോഴാണ്. സോ വി ആൾസോ, അപ്പം ഈ ഷിയർ കപ്പാസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതിൻ്റെ ഇക്വേഷൻസ് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലോസ് ഉണ്ട്. അപ്പോൾ കറസ്പോണ്ടിങ് ക്ലോസിൽ നമുക്ക് ഷിയർ കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ഹിയർ നൗ വി ഡിസ്കസ് ഗ്രേറ്റർ ദാൻ 0.6 ആകുമ്പോൾ എന്ത് പറ്റും? നമ്മൾ ലെസ് ദാൻ 0.6 ആകുമ്പോൾ ബെൻഡിങ് കപ്പാസിറ്റി ഒരിക്കലും ചേഞ്ച് ചെയ്യത്തില്ല, ഷിയർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, ബെൻഡിങ് മൊമെന്റാണ് റെസിസ്റ്റ് ചെയ്യുന്നത്. സോ വെൻ ദിറ്റ് അപ്ലൈഡ് ഷിയർ വി, അതായത് അപ്ലൈഡ് ഷിയർ, അതായത് എക്സ്റ്റേണൽ ലോഡ് മൂലമുണ്ടാകുന്ന അപ്ലൈഡ് ഷിയർ 0.6 വീഡിയേക്കാൾ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഷിയർ ഫോഴ്സ് വിൽ അഫക്ട് ദ ബെൻഡിങ് കപ്പാസിറ്റി ഓഫ് ദി സെക്ഷൻ. നമ്മൾ സെലക്ട് ചെയ്ത സെക്ഷൻ അഫക്ട് ചെയ്യും. യൂഷ്വലി അത് ഡിക്രീസ് ചെയ്യും, ബെൻഡിങ് മൊമെന്റ് കപ്പാസിറ്റി ഡിക്രീസ് ആണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് അതിനായിരിക്കും. സോ നമുക്കറിയാം ഷിയർ കപ്പാസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള ഇക്വേഷൻ നമ്മൾ കോഡിൽ തന്നെ ഉണ്ട്. സോ യൂഷ്വലി ഷിയർ കപ്പാസിറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ച് ബേസിക് കൺസെപ്റ്റ്സ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അതായത് നമ്മൾ യൂഷ്വലി ഐ സെക്ഷൻസ് ആയിരിക്കും ബീമിൽ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്, അല്ലേ? യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ സെക്ഷൻസ് ആയിരിക്കും. റോൾഡ് സെക്ഷൻസ് ആയ ഐ സെക്ഷൻസ് ആണ് നമ്മൾ ബീമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഐ സെക്ഷൻ്റെ നമ്മൾ ആൾറെഡി ഐ സെക്ഷൻ അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞായിരുന്നു. നേരത്തെ നമ്മൾ ഐ സെക്ഷൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞായിരുന്നു. ഐ സെക്ഷനിൽ ഒരു ഫ്ലാഞ്ച് പോർഷൻ കാണും, ഒരു വെബ് പോർഷൻ കാണും. ഇൻ കേസ് ഓഫ് റോൾഡ് ഐ സെക്ഷനിൽ നമ്മുടെ വെബ് ആയിരിക്കും നമ്മുടെ ഷിയർ ഫോഴ്സ് റെസിസ്റ്റ് ചെയ്യുന്നത്, അല്ലേ? വെബ് ആയിരിക്കും നമ്മുടെ ഷിയർ ഫോഴ്സ് റെസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയുടെ ഇക്വേഷൻസ് നോർമലി ചെയ്യുമ്പോൾ കോഡിൽ ഇക്വേഷൻ ഉണ്ടായിരുന്ന വീഡിയോ എന്തായിരിക്കും? നമ്മുടെ ഷിയർ ഫോഴ്സ് ഇൻറ്റു എന്തായിരിക്കും? ഏരിയ അല്ല, ഷിയർ ഫോഴ്സിൻ്റെ ഏരിയ ഇൻറ്റു നമ്മുടെ ബാക്കിയുള്ള ഫാക്ടറായ FY ഫാക്ടർ സേഫ്റ്റി ആയിരിക്കും നമുക്ക് വീഡിയോ വരുന്നത്. സോ കോഡിൽ നോക്കി ഞാൻ കറക്റ്റ് ഇക്വേഷൻ പറയാം. ഈ AV എന്ന് പറയുന്നത് ഈ ഷിയർ ഫോഴ്സ് ആയിരിക്കും. സോ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഓവറോൾ ഡെപ്ത് ഓഫ് സെക്ഷൻ, ഈ തിക്നെസ് ഓഫ് വെബ് ആയിരിക്കും നമ്മുടെ ഏരിയ. അപ്പം ഷിയർ ഏരിയ റെസിസ്റ്റൻസ് ഷിയർ ഏരിയ എന്തായിരിക്കും? ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ സെക്ഷൻ ഇൻറ്റു തിക്നെസ് ഓഫ് വെബ് ആയിരിക്കും. കാരണം നമ്മൾ അസ്യൂം ചെയ്യുന്നത് വെച്ചാൽ വെബിൻ്റെ പോർഷൻ ആയിരിക്കും. നമുക്കറിയാം ഇതാണ് വെബിൻ്റെ പോർഷൻ, അതായിരിക്കും ഷിയറിന്. ഫ്ലാഞ്ചസ് എന്തായിരിക്കും റെസിസ്റ്റ് ചെയ്യുന്നത്? പ്രൈമറിലി ബെൻഡിങ് മൊമെന്റ് ആയിരിക്കും ഫ്ലാഞ്ചസ് റെസിസ്റ്റ് ചെയ്യുന്നത്. സോ അത് നോർമലി പറയുന്നതാണ്, അതായത് ഫ്ലാഞ്ചസ് ടേക്ക് ദ എൻറ്റയർ ബെൻഡിങ് മൊമെന്റ് വിച്ച് ഈസ് ആക്ടിങ് ഡ്യൂ ടു ദ എക്സ്റ്റേണൽ ലോഡ് ആൻഡ് ദാറ്റ് ടേക്സ് ദി എൻറ്റയർ ഷിയർ ഫോഴ്സ് എന്നുള്ളത്. സോ അപ്പോൾ റോൾഡ് സെക്ഷനിൽ എടുക്കുമ്പോഴുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും അത് സെക്ഷൻ, അതായത് ഡെപ്ത് ഓഫ് ദ വെബ് എന്ന് വെച്ചാൽ എപ്പോഴും ഓവറോൾ ഡെപ്ത് ആയിരിക്കും. റോൾഡ് സെക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഐ സെക്ഷൻസ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതുപോലെ ഒരു ഇതെന്ന് വെച്ചാൽ ഇൻ കേസ് നമുക്കിപ്പോൾ ഒരു ബിൽഡപ്പ് ആയിട്ടുള്ള സെക്ഷൻസ് ഇതുപോലെ നമ്മൾ വെൽഡിൽ ഉണ്ടാക്കിയെന്ന് വെച്ചു, ഒരു 3 പ്ലേറ്റ് വെച്ച് ചെയ്താൽ ഐ സെക്ഷൻ ഉണ്ടാക്കി വെച്ചു, വെൽഡഡ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഹൈറ്റ് എപ്പോഴും ഈ അകത്തുള്ള ഹൈറ്റ് എടുക്കുക, ദാറ്റ് ഇസ് ക്ലിയർ ഡെപ്ത് മാത്രമേ എടുക്കാവുന്നതാണ്. ഒരു വേരിയേഷൻ, ദാറ്റ് ഈസ് ഹിയർ ഡെപ്ത് ഓഫ് ദി വെബ് വിൽ ബി ദ ഡെപ്ത് ഓഫ് ദി വെബ് പ്ലേറ്റ് ഓൺലി. ആ ഒരു കാര്യം നമ്മൾ കാൽക്കുലേഷൻ്റെ വേരിയേഷൻ വന്നിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? നമ്മൾ ആവറേജ് ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കും. ഷിയർ സ്ട്രെസ്സിൻ്റെ കേസിൽ FY/√3 എന്ന് പറഞ്ഞൊരു ടേം കൂടെ വരും, 1.1 എന്ന് പറഞ്ഞൊരു ടേം കൂടെ അവിടെ വരും. കാരണം നമ്മൾ ഷിയറിൽ ഇതാണ് കപ്പാസിറ്റി ചെക്ക് ചെയ്യുന്നത്. സോ വെൻ ദ ഷിയർ സ്ട്രെസ് ഈസ് ലെസ് ദാൻ 0.6 വീഡിയോയിൽ എന്ത് പറ്റും? ഷിയറിൻ്റെ എഫക്റ്റ് എടുക്കത്തില്ല, ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാം. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ എഫക്റ്റ് ഓഫ് ഷിയർ വെച്ചിട്ട് നമ്മുടെ ബെൻഡിങ് മൊമെന്റ് കപ്പാസിറ്റി കുറച്ചുകൂടെ റെഡ്യൂസ് ചെയ്യും. അതായത് ഷിയറിൻ്റെ എഫക്റ്റ് കാരണം ലോഡിങ് കണ്ടീഷനാണ് ഷിയർ ഡിറ്റർമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം നമ്മൾ നമ്മുടെ സെക്ഷൻ്റെ കപ്പാസിറ്റി കുറച്ചും കൂടെ കുറയും, കാരണം ഷിയർ കാരണം ആ കപ്പാസിറ്റി കുറച്ചും കൂടെ കുറയും. അപ്പോൾ ആ ഒരു എഫക്റ്റും കൂടെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഡിസൈൻ ചെക്ക് ചെയ്യുക. മാത്രമല്ല, ടു അവോയ്ഡ് ഇറിവേഴ്സിബിൾ ഡിഫോർമേഷൻ അണ്ടർ സർവീസബിലിറ്റി, SMD shall be less than 1.6 ZD/Φ/gamma m0 എന്നും ഫോർ സിംപ്ലി സപ്പോർട്ടഡ് 1.5 ZD ബീംസ് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തെല്ലാം പ്ലാസ്റ്റിക് സെക്ഷൻസ് ആണ്, അല്ലേ? പ്ലാസ്റ്റിക് സെക്ഷൻസ് എന്ന് പറയുമ്പം അതിന് ലോഡ്സ് കുറച്ചും കൂടെ എക്സ്ട്രാ എടുക്കാൻ പറ്റും. സോ അതിൻ്റെ ഡൗൺ സൈഡ് എന്തായിരിക്കും? അതിന് എക്സസീവ് ആയിട്ടുള്ള ഡിഫ്ലക്ഷൻസ് ഉണ്ടാകും. കാരണം ഇത്രയും ലോഡ് എടുക്കുമ്പോൾ അത്രയും ഡിഫ്ലക്ഷൻസ്, ലോഡ് W കൂടുന്തോറും ഡിഫ്ലക്ഷൻസ് അത്രയും എക്സ്ട്രാ വരും. സാധാരണ നോർമൽ ഇലാസ്റ്റിക് ആയിട്ടുള്ള ഇതിനേക്കാളും കൂടുതൽ ഡിഫ്ലക്ഷൻസ് ഇതിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എപ്പോഴും സർവീസിബിലിറ്റി ക്രൈറ്റീരിയ ചെക്ക് ചെയ്യണം. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ പ്ലാസ്റ്റിക് സെക്ഷൻ ക്ലാസ് 1 ക്ലാസ് 2 ചെയ്യുമ്പോൾ ഒബിയസ്ലി നമ്മൾ
ഇത് ചെക്ക് ചെയ്യേണ്ടി വരും, അതിൻ്റെ സർവീസിബിലിറ്റി ക്രൈറ്റീരിയ കൂടെ ചെക്ക് ചെയ്ത് പോകേണ്ടി വരും. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സെക്ഷൻസ് വീണ്ടും മോഡിഫൈ ചെയ്യേണ്ടി വരും. ഇതിൽ സിംപ്ലി സപ്പോർട്ടിന് 1/2 ആണ് നമ്മുടെ MD എന്ന് പറയുന്നത്, മറ്റേ നമ്മുടെ ക്യാൻഡിവർ കേസിൽ 1.5 ആണ്. സോ 1.2 1.5 എന്ന് പറയുന്നത് ഇതിൻ്റെ വേരിയേഷൻ ആണ്. പക്ഷേ നമ്മൾ സേഫ് ഫാക്ടർ നോക്കിയാൽ ഐ സെക്ഷൻ്റെ ബീമിൻ്റെ കേസിൽ സിംപ്ലി സപ്പോർട്ട് 1.2 റേഞ്ചിൽ വരും. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ഇത് അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതേസമയം തന്നെ ഈ നമ്മുടെ ഡിസൈൻ ഷിയർ കപ്പാസിറ്റി അനുസരിച്ചതിന് ശേഷം മൊമെൻറ്റോട്ട് പോകുമ്പോൾ എന്തുകൂടി ചെക്ക് ചെയ്യണം, ഈ സർവീസിബിലിറ്റി ക്രൈറ്റീരിയ കൂടെ നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. സോ നമ്മൾ ഇനി നമ്മുടെ കോഡ് എടുത്തു, IS 800 കോഡ് എടുത്തു. പേജ് നമ്പർ 59 പോകുമ്പോഴാണ് നമുക്ക് എന്ത് പറയുന്നത് ഷിയറിൻ്റെ വരുന്നത്. സോ നമ്മൾ ഫാക്ടർ ഷിയർ ഫോഴ്സ് V എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെക്ഷൻ്റെ ഡിസൈൻ ഷിയറിന് താഴെ നിൽക്കണം. അതിന് മേളിലാകുമ്പോൾ സെക്ഷൻസ് ഫെയിൽ ആകും. സോ വി നോ ദാറ്റ് നോമിനൽ ഷിയർ എന്ന് പറയുന്നത് VP ഇതായിരിക്കും. സോ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഈൽഡ് സ്ട്രെങ്തിലൂടെ √3 ചെയ്യണം. കാരണം പ്യൂർ ഷിയർ കേസിലൊക്കെ √3 എന്നുള്ള ഫാക്ടർ വരും. AV ആണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഷിയർ ഏരിയ എന്ന് പറയും. ഷിയർ ഏരിയ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹോട്ട് റോൾഡ് ആയിട്ടുള്ള സെക്ഷൻ, അതായത് ഐ സെക്ഷൻസ് ആണെങ്കിൽ ഷിയർ ഏരിയ എന്തായിരിക്കും, അതുപോലെ ഐ സെക്ഷൻസ് ആണെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഐ സെക്ഷൻ്റെ വെബിൻ്റെ പോർഷനാണ് ഷിയർ വെബ് അസ്യൂം ചെയ്യും. റോഡ് ഹൈറ്റ് വെബ് പോർഷൻ ഇറ്റ് വിൽ ബി H ഇൻറ്റു ദിസ് ദ തിക്നെസ് ഓഫ് ദ വെബ് TW ആയിരിക്കും AV എന്ന് പറയുന്നത്. വെൽഡഡിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും, വെൽഡഡ് യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ പ്ലേറ്റ്സ് ജോയിൻ ചെയ്താണ് വെൽഡഡ് സെക്ഷൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ എന്തെടുത്താലും മതി, ഈ D ഇൻറ്റു TW എന്ന് എടുത്താൽ മതിയാവും. ഇതിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്താണ് VD കണ്ടുപിടിക്കുന്ന, ഷിയർ കണ്ടുപിടിച്ചിട്ട് ഇത് വെദർ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.6 ഏരിയ കണ്ടുപിടിക്കുക. അതിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കാം, രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഹൈ ഷിയർ കേസും വരും, ലോ ഷിയർ കേസും നമ്മൾ വരും. സോ ബേസ്ഡ് ഓൺ ദ ലോ ഷിയർ കേസ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻസ് ചെയ്താൽ മതി. സോ നമ്മളിപ്പം മൊമെൻറ്റ് കപ്പാസിറ്റി ഒക്കെ കണ്ടുപിടിച്ച ശേഷം ഇനി നെക്സ്റ്റ് വരുന്നത് ഡിഫ്ലക്ഷൻ ക്രൈറ്റീരിയാസ് ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് സെക്ഷൻ മോഡൽസ് ആയതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു അതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഒരുപാട് ലോഡ് എടുക്കുന്നത് കാരണം അതിൻ്റെ ഡിഫ്ലക്ഷൻസ് ലാർജ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും സർവീസിബിലിറ്റി ക്രൈറ്റീരിയാസ് ഇമ്പോർട്ടൻറ്റ് ചെക്ക് ചെയ്യണം. അതായത് ബെൻഡിങ് മൂവ്മെൻറ്റ് മാത്രം രജിസ്റ്റർ ചെയ്താൽ പോരാ, പക്ഷേ അതിനുണ്ടാകുന്ന ഡിഫ്ലക്ഷൻസ് വെദർ ഇറ്റ് ഈസ് ലിമിറ്റിനുള്ളിലാണെന്നുള്ളത് നമ്മൾ കോഡ് വഴി ചെക്ക് ചെയ്തിരിക്കണം. അതർവൈസ് എന്ത് പറ്റും, എക്സസീവ് ക്രാക്സിനും ഡിഫോർമേഷൻസ് വരും. നമുക്ക് ലിമിറ്റ് പറഞ്ഞ് ലിമിറ്റ് ഇതായിട്ട് വരുന്നതാണ് ഒന്ന് സ്ട്രെങ്ത് ക്രൈറ്റീരിയ, ഒന്ന് മറ്റേ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ സർവീസിബിലിറ്റി ക്രൈറ്റീരിയ ആണ് വരുന്ന ഒരു പോർഷൻ. നമ്മൾ യൂഷ്വലി അത് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നോക്കാൻ പറയാൻ പറ്റും, ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ ലോഡ്, അതായത് ട്രാൻസ്വേഴ്സ് ലോഡ് ആണെങ്കിൽ സസെപ്റ്റബിൾ നോ ക്രാക്കിംഗ് സ്പാൻ ബൈ 300, അല്ലെങ്കിൽ ഇൻ ദ കേസ് ഓഫ് എ ക്യാൻഡിവർ ആണെങ്കിൽ അത് 150 180 ആയിരിക്കും. അപ്പോൾ ഈ ഒരു കേസിനുള്ളിലാണോ നമ്മുടെ ഡിഫ്ലക്ഷൻസ് നമ്മൾ ചെക്ക് ചെയ്യണം, വെദർ നമ്മുടെ ഡിഫ്ലക്ഷൻസ് അലൗഡ് ആയിട്ട് ഡിഫ്ലക്ഷൻസ് ആയിരിക്കും. അപ്പം യഥാർത്ഥ ഡിഫ്ലക്ഷൻസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ഡെൽറ്റ എന്ന് പറയുന്നത് യഥാർത്ഥ ഡിഫ്ലക്ഷൻസ് നമുക്കറിയാം, ഡെൽറ്റ ഫോർ UD എന്ന് 5 WL 384 EI ആണെന്ന് അറിയാം. ഈ നമുക്കറിയാം, I നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, എല്ലാം SP6 സ്റ്റീൽ സ്റ്റേബിൾ കിട്ടും. ഇതാണ് ആക്ച്വൽ ലോഡ് മൂലം ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻസ്. പിന്നെ ഇത് നമ്മുടെ പെർമിസിബിൾ ആയിട്ടുള്ള ഡിഫ്ലക്ഷൻസ്. ഇതർ ആക്ച്വൽ ഡിഫ്ലക്ഷൻസ് ആർ വിത്തിൻ പെർമിസിബിൾ ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ അടുത്ത സെക്ഷൻ ടോട്ടലി സേഫ് ആണെന്ന് പറയും. സോ ഇതെല്ലാം ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പോൾ ആക്ച്വൽ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എക്സ്ട്രാ ഇത് നമ്മൾ ചെയ്യുന്നത്. ബേസിക് ഐഡിയ ഇതാണ്. ഫസ്റ്റ് നമ്മൾ ഇലാസ്റ്റിക് സെക്ഷൻ മോഡൽസ് കണ്ടുപിടിക്കണം, അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇലാസ്റ്റിക് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡൽസ് ചെയ്യുന്നു. നമ്മൾ സെക്ഷൻസ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ പ്ലാസ്റ്റിക് ആണോ ടൈപ്പ് ഓഫ് സെക്ഷൻസ് നമ്മൾ കോമ്പാക്റ്റ് ആണോ നമ്മൾ ചെക്ക് ചെയ്യും. അത് ഡിസൈൻ ഷിയർ സ്ട്രെസ് ചെക്ക് ചെയ്യും, വെദർ ഇറ്റ് ഈസ് ലോ ഷിയർ ഓർ ഹൈ ഷിയർ ചെക്ക് ചെയ്യും. ഷിയറിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ സെപ്പറേറ്റ് ഒരു പ്രോബ്ലത്തിൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് നോക്കും. അതിനുശേഷം നമ്മൾ ബെൻഡിങ് മൂവ്മെന്റ് കപ്പാസിറ്റി ഓഫ് ദ സെക്ഷൻ കണ്ടുപിടിക്കും, ദാറ്റ് ഈസ് MD നമ്മൾ സാധനം കണ്ടുപിടിക്കും. അതിനുശേഷം ഡിഫ്ലക്ഷൻ ക്രൈറ്റീരിയ ചെക്ക് ചെയ്യും. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബീമിൻ്റെ ഡിസൈൻ സ്റ്റെപ്പിൽ വരുന്നത്. പക്ഷേ ബീം നമ്മൾ കംപ്രഷൻ കൂടെ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപാട് സ്റ്റെപ്സ് നമ്മൾ അതിൽ അനലൈസ് ചെയ്യുന്നുണ്ട്. സോ ബേസിക് ഒരു സ്റ്റെപ്പ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇത്രയും സ്റ്റെപ്പ് പ്രൊസീജിയർ വളരെ ഇമ്പോർട്ടൻ്റ് ചെയ്യേണ്ടതാണ്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ പിന്നെ ചെക്ക് ചെയ്യുന്ന വേറെ ക്രൈറ്റീരിയാസ് ആണ്. സ്ട്രെങ്തും ഡിഫ്ലക്ഷൻ ക്രൈറ്റീരിയ, ബാക്കി സ്റ്റിഫ്നെസ് ക്രൈറ്റീരിയാസ് വരുന്നതും. പിന്നെ നമ്മൾ ഇനി ടൈപ്പ് ഓഫ് ബീംസും പഠിക്കും. കാരണം ടൈപ്പ് ഓഫ് ബീംസ് വരുമ്പോൾ നമ്മുടെ കാൽക്കുലേഷനിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് വരും. അപ്പോൾ ടൈപ്പ് ഓഫ് ബീംസ് ലാറ്ററലി സപ്പോർട്ടഡ് ഉണ്ട്, അൺസപ്പോർട്ടഡ് ഉണ്ട്. അപ്പോൾ അതിനുശേഷം അൺസപ്പോർട്ടഡ് ആകുമ്പോഴാണ് ലോക്കൽ ബക്ലിംഗ് എഫക്ട്സ് കൂടുതലും വരുന്നത്. അപ്പോൾ ആ കേസിൽ നമ്മൾ ആ ഒരു കണ്ടീഷൻസ് ചെക്ക് ചെയ്യേണ്ടി വരും. കൂടുതൽ പ്രോബ്ലംസ് വരുമ്പോൾ നമുക്കിത് ഓരോ സെക്ഷൻസും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. സോ ബേസിക് എന്ന് പറയുമ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഒരു ഡിസൈൻ ഓഫ് ബീം ചെക്ക് ചെയ്തിരിക്കണം. സോ നമ്മളിനി പറഞ്ഞ രണ്ട് ടൈപ്പ് ഓഫ് ബീംസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ലാറ്ററലി സപ്പോർട്ടഡ് ബീംസും ഒന്ന് ലാറ്ററലി അൺസപ്പോർട്ടഡ് ബീംസും ആണ്. സോ ബേസിക് ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ കംപ്രഷൻ ഫ്ലാഞ്ച്, നമ്മൾ ഐ സെക്ഷൻ്റെ കേസിലാണ് പറയുന്നത്. ഐ സെക്ഷൻ കേസ് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഐ സെക്ഷനിൽ
ഫ്ലാഞ്ച് കാണും. ഈസ് എ ഫ്ലാഞ്ച് ഏരിയ. സോ ഐ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഐ സെക്ഷനെ ഫ്ലാഞ്ച് ഏരിയ എന്ന് പറയും. ഫ്ലാഞ്ച് ഏരിയ എന്ത് റെസിസ്റ്റ് ചെയ്യും? ബെൻഡിങ് മൊമെന്റ് റെസിസ്റ്റ് ചെയ്യും. ദിസ് ഈസ് ദ വെബ് ഏരിയ വിച്ച് ഇസ് റെസിസ്റ്റ് ദ ഷിയർ ഏരിയ. സോ അപ്പോൾ ഇതിൻ്റെ കേസിൽ ലാറ്ററലി സപ്പോർട്ടഡ്, അതായത് ലാറ്ററലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ലാറ്ററൽ സപ്പോർട്ടഡ് എന്ന് പറയുന്നത് കംപ്രഷൻ ഫ്ലാഞ്ച്. ദാറ്റ് ഈസ് യൂഷ്വലി നമ്മൾ ട്രാൻസ്വേഴ്സ് ലോഡിങ് ടോപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ബെൻഡ് ചെയ്യും അല്ലേ. അപ്പോൾ ടോപ്പിൽ അത് കംപ്രഷൻ ആക്ട് ചെയ്യും, ബോട്ടത്തിൽ അത് ഇങ്ങനെ ടെൻഷൻ ആക്ട് ചെയ്യും. സോ ടോപ്പിലെ ഫ്ലാഞ്ച് നോർമലി കംപ്രഷൻ ഫ്ലാഞ്ച് എന്ന് പറയും. So, if the compression flange of the beam is completely restrained against any kind of lateral movement, അതായത് ഇതിനെ നമ്മളിങ്ങനെ റിസ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇതിനെ അറ്റാച്ച് ചെയ്തിട്ട് പ്ലേറ്റ് വെച്ചിട്ട് റിസ്ട്രെയിൻ വെച്ചിരുന്നത് ലാറ്ററലി അതിന് മൂവ് ചെയ്യാനുള്ള ഒരു സാഹചര്യം, അതായത് ലാറ്ററലി മൂവ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലെങ്കിൽ അതിന് നമ്മൾ ലാറ്ററലി സപ്പോർട്ടഡ് എന്നോ ലാറ്ററലി റിസ്ട്രെയിൻ ചെയ്യുമെന്ന് പറയും. ഒരു കേസ് എന്ന് പറയുന്നത് നമ്മുടെ ഐ സെക്ഷൻ ഇങ്ങനെ ഒരു കേസ് വരുന്നതെന്ന് വെച്ചാൽ ഒരു കേസ് മാത്രമാണ്. ഇതുപോലെ ഈ ടോപ്പിലെ ഫ്ലാഞ്ച് നമ്മൾ കോൺക്രീറ്റിൽ എംബഡ് ചെയ്യും. അപ്പോൾ ഇതായിരിക്കും നമ്മൾ മിക്ക ടെക്സ്റ്റ് ബുക്ക് നമുക്ക് കാണുന്ന ഫിഗർ. ടോട്ടൽ എംബഡ് ചെയ്തപ്പോൾ ഈ ലാറ്ററൽ ആയിട്ടുള്ള ഒരു ഡീഫോർമേഷൻ ഒന്നും ഉണ്ടാകത്തില്ല, ജസ്റ്റ് അത് ബെൻഡിങ് മാത്രം അവിടെ ഡെവലപ്പ് ചെയ്യും. സോ കംപ്രഷൻ ഫ്ലാഞ്ച് ആർ റിസ്ട്രെയിൻഡ് അഗൈൻസ്റ്റ് റൊട്ടേഷൻ. അതായത് കംപ്രഷൻ ഫ്ലാഞ്ചിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അത് റിപ്ലേസ് ചെയ്യുന്ന റൊട്ടേഷനാണ്. ലാറ്ററൽ ഡിഫ്ലക്ഷൻ ഓഫ് ഫ്ലാഞ്ച് ഓൾസോ ഡസ് നോട്ട് ഒക്കർ ചെയ്യത്തില്ല, അതൊരിക്കലും ഒക്കർ ചെയ്യത്തില്ല. ഇവിടുത്തെ കേസിൽ എന്താണ് നമ്മുടെ പെർമിസിബിൾ ആയിട്ടുള്ള ഡിസൈൻ ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് പ്രാക്ടിക്കൽ ഡിസൈൻ ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നതാണ് സിംപ്ലി FY/1.1 യൂസ് ചെയ്താൽ മതിയായിരിക്കും. LSM ആണ് നമ്മൾ ലിമിറ്റ് ആയിട്ടാണ് പഠിക്കുന്നത്. വർക്കിംഗ് സ്ട്രെസ് നമുക്കറിയാം 0.6 ആണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ലാറ്ററലി അൺസപ്പോർട്ടഡ് ബീം എന്ന് പറയുന്നത്. അതായത് ഇവിടെ കംപ്രഷൻ ഫ്ലാഞ്ച് ഫ്രീ ആയിട്ടിരിക്കുകയാണ്, അത് ഒരിടത്തും എംബഡ് ചെയ്തിട്ടില്ല. അതായത് ഇറ്റ് ഈസ് നോട്ട് റിസ്ട്രെയിൻഡ് എഗെയിൻസ്റ്റ് എനി ലാറ്ററൽ മൂവ്മെന്റ്. അതായത് ഇപ്പോൾ ഈ ഒരു കോൺക്രീറ്റിൻ്റെ കേസ് നമ്മൾ എന്ന് പറയുന്നത് കോൺക്രീറ്റ് ജസ്റ്റ് ഈ സ്ലാബിൻ്റെ മുകളിൽ റെസ്റ്റ് ചെയ്യണം, ഈ ഐ സെക്ഷന് മുകളിൽ ചുമ്മാ റെസ്റ്റ് ചെയ്യണം. അത് പറ്റും ഈ ടോപ്പിൽ ഫ്ലാഞ്ചിന് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റോ മൂവ് ചെയ്യും, കാരണം അത് സ്റ്റിഫ് അല്ല. അപ്പോൾ കംപ്രഷൻ ഈസ് ഫ്രീ ഓഫ് റൊട്ടേറ്റ്, അത് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. കംപ്രഷൻ ഫ്ലാഞ്ചിന് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഇതിൽ നമ്മുടെ ഡിസൈൻ ബെൻഡിങ് സ്ട്രെസ് എന്തായിരിക്കും? ഡിസൈൻ ബെൻഡിങ് സ്ട്രെസ് എന്ന് വെച്ചാൽ ഇവിടത്തേക്കാണ് കുറവായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന കാരണം ലോക്കൽ ബക്കിളിംഗ് ഉണ്ടായിട്ട് എന്ത് പറ്റും, നമുക്ക് സ്ട്രെസ് ഉണ്ടാവില്ല. FY/1.1 കുറഞ്ഞ സ്ട്രെസ്സിൽ എന്ത് പറ്റും, അത് ഫെയിലിയർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു റിഡക്ഷൻ ഫാക്ടർ ഉണ്ടായിരിക്കും. ILT കൂടുതൽ പറയുന്നുണ്ട്, അതിൻ്റെ ഉള്ള FY/1.1 ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഡിസൈൻ ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഒരു റിഡക്ഷൻ ഫാക്ടർ അവിടെ വരും. അതായത് ബക്ലിംഗ് ഓഫ് കംപ്രഷൻ മൂലമുണ്ടാകുന്ന സ്ട്രെസ്സിലുണ്ടാകുന്ന റിഡക്ഷൻ ഉണ്ടാകും. ആ റിഡക്ഷൻ്റെ ഇതിൽ കൺസിഡർ ചെയ്യേണ്ടി വരും. ആ ഒരു വേരിയേഷനാണ് നമ്മൾ ബേസിക്കലി ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മൾ ബേസിക്കലി മനസ്സിലായി ലാറ്ററൽ സപ്പോർട്ടറും ലാറ്ററൽ അൺസപ്പോർട്ടിൻ്റെ ഡിഫറൻസ്. അപ്പോൾ എന്തുകൊണ്ട് ലാറ്ററൽ സപ്പോർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഐഡിയ മനസ്സിലായല്ല. അതെന്ന് വെച്ചാൽ നമുക്കറിയാം ലാറ്ററലി സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ എക്സസ് YY ആണെങ്കിൽ അലോങ് ദി YY ഡയറക്ഷനിലുള്ള എന്ത് പറ്റും, മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടും, സെക്ഷൻ മോഡുലസ് കൂടും, ഇത് കാരണം ബെൻഡിങ് കപ്പാസിറ്റിയും കൂടും. അതുകൊണ്ടാണ് നമ്മൾ ലാറ്ററൽ റിസ്ട്രെയിൻഡ് ലാറ്ററൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എക്സ്ട്രാ ഒരു സെക്ഷൻ പ്ലേറ്റ്സ് ആഡ് ചെയ്യുന്നത് എന്താണ്, ബിൽഡപ്പ് കോളംസ് നമ്മൾ പഠിച്ചാൽ കംപ്രഷൻ ബിൽഡപ്പ് കോളംസിൽ ഇതുപോലെ ഐ സെക്ഷൻ്റെ കൂടെ പ്ലേറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് എന്താണ്, അതുപോലെ അതിൻ്റെ വൈഡ് ഡിസ്റ്റൻസ് കൂടും. ഇത് കാരണം നമ്മുടെ വാല്യൂ ബെൻഡിങ് മൂവ്മെൻറ്റ് വാല്യൂ അതിൻ്റെ ബെൻഡിങ് കപ്പാസിറ്റി കൂടുകയും ചെയ്യും. സോ ദാറ്റ്സ് എ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ലാറ്ററലി സപ്പോർട്ടഡ് ബീം ആൻഡ് ലാറ്ററലി അൺസപ്പോർട്ടഡ് ബീം. നമ്മുടെ ബോർഡിൽ നമ്മൾ ഫസ്റ്റ് ലാറ്ററൽ സപ്പോർട്ട് ബീം എങ്ങനെ ഡിസൈൻ ചെയ്യാൻ പഠിക്കും, അതിനുശേഷം അൺസപ്പോർട്ടഡ് ബീം പഠിക്കും. സോ ഇതാണ് ബേസിക് ഡിഫറൻസ് എന്ന് വെച്ചാൽ.